വല്ല സ്വാമിമാരെ മണി എനിക്ക് വല്ല ഭക്ഷണമൊക്കെ കഴിക്കാനും മതി. പിന്നെ ആ അതായത് സീമയത്തി ഇതല്ല, ഇത് കുഴപ്പമില്ല, ഇത് കഴിക്കാൻ എവിടെയും വളരുന്നതാണ്. എവിടം വരെയാ പറഞ്ഞേ? അത്തി ഇല്ല, തീർന്നില്ല. അത്തി എവിടം വരെ ആയെന്നറിയോ ലാസ്റ്റ് പറഞ്ഞത്? തൊലി എവിടം വരെ എടുത്തുള്ളേ? അതൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോയാലോ? ഇതാണോ പറഞ്ഞത്? അത് കണ്ട ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് പഴയ ഓർമ്മ വരാൻ നീ ഇത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഇത് നീ പണ്ട് അമ്പലം വെട്ടി വന്ന കാലത്ത് പതുക്കെ അതിലെ മരം ചുറ്റി നടക്കുന്ന സമയത്ത് ഇതിന്റെ ഇല പറിച്ചതല്ലേ? ചെറുതായിട്ട് 2-3 മിനിറ്റ് ഉണ്ട് അല്ലേ? ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം
അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം അലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അപ്പോൾ അത്തിയുടെ ഗുണങ്ങളാണ് പറഞ്ഞു വന്നത്. ഗർഭസംരക്ഷകമാണ്, പാലുൽപാദകമാണ്, മുലപ്പാല് ധാരാളം ഉണ്ടാക്കുന്നതുമാണ്. അവിടം വരെയാ പറഞ്ഞു നിർത്തിയതെന്ന് തോന്നുന്നു അല്ലേ? ആമം മൂലമുള്ള അതിസാരത്തിന്, ആഹാരത്തിൻ്റെ പചനം തടസ്സപ്പെട്ട് ആമം പചിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന അതിസാരത്തിന് അത്തിയുടെ വേര് ഉണക്കി പൊടിച്ചു കൊടുത്താൽ പെട്ടെന്ന് മാറും. പ്രായമെത്തിയ അത്തിമരത്തിൻ്റെ വേരിൽ, ഇത് പേയത്തിയാണ് എന്ന് പറഞ്ഞാൽ ശീമ അത്തി എന്നൊക്കെ പറയും, പുറത്തുനിന്ന് വരുന്നതാണ്. ഇതല്ല നാടനായിട്ടുള്ള അത്തി. നാടനായിട്ടുള്ള അത്തിയുടെ ഇലയ്ക്ക് ഈ വണ്ണമില്ല, ഈ വീതിയില്ല, കായ ചെറുതാണ്. ഇതുപോലെ തന്നെ ഇരിക്കും കായൊക്കെ, ഇരിപ്പൊക്കെ ഇതുപോലെ ഇരിക്കും, ചെറുതാണ്. ആ വേറെ ഉണക്കി പൊടിച്ച് വെള്ളത്തിൽ കിളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുത്ത അത്തിയാണ്. ഇതിൻ്റെ കായാണ് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് വരുന്നത്. ഡ്രൈ ഫ്രൂട്ടായിട്ട് വരുന്ന കൂട്ടത്തിൽ വരുന്നത് ഇതിൻ്റെ അത്തിപ്പഴമാണ്. ഇതാണ് പണ്ട് ആദവും ഔവയും തിന്നു എന്ന് പറയുന്ന അത്തിപ്പഴവും ഇതാണ്. മറ്റത് അതല്ല. ഇതിൻ്റെ ഇല ചോറുണ്ണാനൊക്കെ എടുക്കുന്നതാണ്. പ്രായമെത്തിയ അത്തിമരത്തിൻ്റെ വേരിൽ ഒരു ദ്വാരമുണ്ടാക്കിയാൽ അതിൽ നിന്ന് വെള്ളം വരും. അത്തിയുടെ കമ്പ് വെട്ടുമ്പോഴും വെള്ളം ധാരാളം വരും. അത് നല്ല ബലം ഉണ്ടാക്കുന്നതാണ് അത്തിക്കറ. എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ സിൻഡ്രോം, ഓട്ടോ ഇമ്മ്യൂൺ ഡിഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ്, HIV അല്ല, അതിനിത് വളരെ നല്ലതാണ്. ഒരു അത്തിമരത്തിൻ്റെ കറയിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ CD4, CD8 ഒക്കെ വളരെ വേഗം വർദ്ധിക്കും. ഇങ്ങനെ വരുന്ന കറയുണ്ട് ഇതിൻ്റെ, ജർമ്മയ്ക്ക് കാണും. അത് വേരിലാണ് കൂടുതൽ കിട്ടുക. ആ വേരിൻ്റെ കറയെടുത്ത് കൊടുത്താൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിഫിഷ്യൻസി സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഓജക്ഷയം ഫലപ്രദമായി തടയാൻ കഴിയും. ഇമ്മ്യൂണിറ്റിയിൽ ഏറ്റവും നല്ല ഔഷധമാണ് അത്തിക്കറ. ഇതിലേറ്റവും രസം, ഇന്ന് കാണുന്ന രോഗങ്ങൾ അധികവും ബലനാശകമാണ്. അതുകൊണ്ട് രോഗങ്ങളുടെ ആവിർഭാവത്തിലും വളർച്ചയിലും അത്തിക്കറ ഫലപ്രദമാകേണ്ടതാണ്. ഇല ഉണങ്ങിപ്പൊടിച്ച് തേനിൽ ചേർത്ത് കൊടുത്താൽ പിത്തവികാരങ്ങളെല്ലാം ശമിക്കും. അതുമാത്രമല്ല, ഇലയുടെ നീര് 20 തുള്ളി മുതൽ 30 തുള്ളി വരെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴിച്ചാലും ഫലം ഇത് തന്നെ കിട്ടും. പിത്തവികാരങ്ങൾക്ക് ശമനമുണ്ട്. ചില വൈദ്യന്മാരുടെ അഭിപ്രായത്തിൽ അമ്പരപീയൂഷത്തിൽ കഴിക്കാൻ പറയും. എന്ന് പറഞ്ഞാൽ മഴവെള്ളം, പൊടിയൊന്നും വീഴാത്ത നല്ല ഏരിയയിൽ കളക്ട് ചെയ്തെടുക്കുന്ന മഴവെള്ളം,
അതിൽ കഴിച്ചാലാണ് കൂടുതൽ ഫലപ്രദം. അത് ചില വൈദ്യന്മാരുടെ പ്രത്യേക രഹസ്യമാണ്, അതവരുടെ പാരമ്പര്യ രഹസ്യമാണ്. ഇത് പറഞ്ഞു കൊടുക്കാറുണ്ടാവില്ല. അങ്ങനെ കഴിക്കാമെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ്. പതിവായി രാവിലെ വിഷ്ണുവിനെ സ്മരിച്ചിട്ടൊരു അത്തിപ്പഴം കഴിക്കുന്നവന് മൂത്രതടസ്സം മാറും. മൂത്രതടസ്സം വരുമ്പോഴേ കഴിക്കേണ്ടതുള്ളൂ, അത്രയും ദിവസങ്ങളിൽ പതിവായിട്ട്. കാരണം നിത്യഭക്ഷണത്തിന് അത്തി നല്ലതല്ല. വേരിൽ നിന്നെടുക്കുന്ന കറ കഴിക്കുമ്പോൾ ബഹുമൂത്രതയാണ് മാറുന്നത്. അതിൻ്റെ പഴം കഴിച്ചാൽ മൂത്രം പോവുകയാണ് ചെയ്യുന്നത്. മൂത്രം അറിയാതെ പോകുന്ന അവശകത മൂത്രത്തിലൊക്കെ അതിൻ്റെ വേരിൽ നിന്നെടുക്കുന്ന കറ നല്ലതാണ്. സ്ത്രീകളിൽ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ അവശകത മൂത്രം സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട്. തുമ്മിയാൽ ചുമച്ചാലൊക്കെ മൂത്രം പോകും. ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ വളരെ മനപ്രയാസം ഉണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന കാര്യങ്ങളിൽ സാധാരണഗതിയിൽ അതിൻ്റെ പഴം കഴിക്കുമ്പോൾ മൂത്ര തടസ്സം മാറുകയും മൂത്രം പോവുകയുമാണ് ചെയ്യുന്നത്. വേരിൽ നിന്നെടുക്കുന്ന കറയാണ് കഴിക്കുന്നതെങ്കിൽ അവശകത മൂത്രം, അതായത് അറിയാതെ പോകുന്നത് തടയും. രണ്ടും മാറി എഴുതിക്കൊണ്ട് പോകരുത്. എഴുതിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേരിൽ നിന്നുള്ള കറ കഴിച്ചാൽ അവശകത മൂത്രം, അറിയാതെ മൂത്രം പോകുന്നത് തടയും. ബഹുമൂത്രത പോകും എന്നെഴുതിയാൽ മതി. മൂത്രാതിസാരം, അതിന് മൂത്രാതിസാരം എന്നും പറയും. പഴം കഴിച്ചാൽ മൂത്രം പോകും, അതായത് മൂത്ര തടസ്സം, മൂത്രകൃച്ഛ്രം മാറും. കറ എങ്ങനെയെങ്കിലും ഉള്ളിച്ചെന്നാൽ മതി. തനിച്ചും കഴിക്കാം, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു പൊള്ളലുണ്ടാവും, ഇച്ചിരി വെള്ളത്തിൽ ചേർത്താൻ കഴിച്ചാൽ മതി, അത്രേ ഉള്ളു കാര്യം. അത്തിമരത്തിന്റെ തോല്, പട്ട 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ് വീതം 3 നേരം കഴിച്ചാൽ രക്തപ്രതരമില്ലാതാവും. സ്ത്രീകൾക്ക് കാണുന്ന രക്തം പോക്ക്, ബ്ലീഡിങ്, അതില്ലാതാവും. അതേ കഷായം കവിൾ കൊണ്ടാൽ ദന്തരോഗവും മോണരോഗവും പോവും. വായ്നാറ്റം, ദന്തരോഗം, മോണരോഗം ഒക്കെ പോകാൻ അത് നല്ലതാണ്. പകന്തരത്തില്, ഫിസ്റ്റുല വന്ന് പഴുത്ത് വ്രണമായി കുഴിയായി തുടങ്ങിയാൽ അത്തിക്കറ പഞ്ഞിയിൽ മുക്കി അല്ലെങ്കിൽ തിരുത്തുണി മുക്കി ആ വ്രണത്തിലേക്ക് 3 മണിക്കൂർ മാറി മാറി വെച്ചാൽ വേഗം ഉണങ്ങും. പകന്തരത്തിന് കൈകണ്ട ഔഷധമാണിത്. ഒരെണ്ണം വെച്ച് 3 മണിക്കൂറിനുള്ളിൽ പഴുപ്പ് കണ്ടവാനെങ്കിൽ വരും. പഴുത്ത് കളഞ്ഞ് വീണ്ടും വരാവും. അത് ഇതിൻ്റെ കറയല്ല, അല്ല. അതെനിക്ക് തോന്നുന്നത് അവര് പൈൽസിനാണ് ചെയ്യുന്നത്, അത് കെട്ടുകയാണ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല ഔഷധമാണിത്. അതാണ് ഏറ്റവും നല്ലത്. മരത്തിൻ്റെ കറയായാലും പണി.
വേരിന്മേൽ തൊലി 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ 1.5 ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ് വീതം കഴിച്ചാൽ, തണുപ്പിച്ചേ കൊടുക്കാവൂ, ചൂടോടെ കൊടുക്കരുത്. ദാഹവും പിത്തവും രക്തവികാരങ്ങളും ശമിക്കും. രക്തവികാരങ്ങൾ എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റിൽ, WBC-യിൽ, ഹീമോഗ്ലോബിനിലൊക്കെ മാറ്റം വരുന്ന ലുക്കീമിയ ഉൾപ്പെടെയുള്ള രോഗങ്ങളിൽ വലിയ ഫലപ്രദമായിട്ടുള്ളതാണ് വേരിന്മേൽ തൊലി കഷായം വെച്ച് കഴിയും. തണുപ്പിച്ചു കൊടുക്കണം. അത്തിപ്പഴത്തിൻ്റെ ജ്യൂസ് പഞ്ചസാര ചേർത്ത് അടിച്ചെടുത്തത് കഴിക്കാൻ നല്ലതാണ്. അതും എല്ലാ രക്തവികാരങ്ങളെയും ശമിപ്പിക്കും. പിത്തം, രക്തപിത്തം, കരിമ്പിത്തം. കരിമ്പിത്തത്തിനാണ് മരുന്നില്ലാത്തത്. കരിമ്പിത്തം എന്ന് പറയുന്ന ലുക്കീമിയ വർഗമാണ്. രക്തത്തിലും മൂത്രത്തിലും മധുരാധിക്യം വരുന്ന മധുമേഹം, ഡയബറ്റിസ് മെല്ലിറ്റസ്, അത്തിയുടെ പഴമുണക്കി പൊടിച്ച് ദിവസവും 15 ഗ്രാം വീതം 3 നേരം കഴിച്ചാൽ മതി. പ്രമേഹത്തിന് വളരെ നല്ലതാണ്. 15 ഗ്രാം 3 സ്പൂൺ. അഭിഷ്യന്തം എന്നൊരു കണ്ണുരോഗമുണ്ട്, നയനരോഗം. അതിന് അത്തിപ്പാൽ പുരട്ടിയാൽ മതി, വേഗം മാറും. പ്രമേഹ പിടക, ഡയബറ്റിക് അൾസർ, അത്തിക്കറ പുരട്ടിയാൽ മാറും. അത്തിമരത്തിൻ്റെ തൊലി 100 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ വന്ന് കുറുക്കി 1/2 ലിറ്ററാക്കി പിഴിഞ്ഞ് അരിച്ചെടുത്ത് അതിൽ അരിമാവ് അല്ലെങ്കിൽ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ കൂവപ്പൊടി ഏതെങ്കിലും കുഴച്ച് പഞ്ചസാരയും ചേർത്ത് അടയുണ്ടാക്കി കഴിച്ചാൽ എല്ലാ ഔപസർഗിക രോഗങ്ങളും മാറും. ഗൊണോറിയ, സിഫിലിസ്, ആ വർഗത്തിൽപ്പെട്ട രോഗങ്ങളെല്ലാം മാറും. അതിനേറ്റവും ഫലപ്രദമാണ് ഈ അട. അതിൽ കൂവപ്പൊടിയാണ് കൂടുതൽ നല്ലത്. പഴയ ആളുകൾ, പഴമക്കാർ കുടപ്പനയുടെ ഊറൽ ചേർത്തടയുണ്ടാക്കുകയാണ് പതിവ്. കുടപ്പനയുടെ ഊറൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല, നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അത് കണ്ടിട്ടുണ്ടാകുമോ എന്നറിയില്ല. കൊണ്ട് കഴിച്ചിട്ടുണ്ട്. വളരെ വയസ്സായൊരു ലോകം കഴിച്ചിട്ടുണ്ടാവും. പുതിയ തലമുറയൊന്നും കഴിക്കാൻ വഴിയില്ല. ഒരു 50 വയസ്സിന് താഴേക്കുള്ളവർ ചെത്തുവനയ്ക്കുണ്ട്. പക്ഷെ അതെല്ലാം കുടം വരുന്നതിന് മുമ്പ് വെട്ടണം. കുടം വന്നാൽ ഊറൽ കിട്ടില്ല. കുടം വരുന്നതിന് മുമ്പ് വെട്ടി തടിയും. അതിൻ്റെ കുടം വന്ന് പൂക്കുന്നതിന് മുമ്പ് കുറുകൂമ്പ് വരുമ്പോൾ വെട്ടണം. വണ്ണിക്കും. കായ വന്നാൽ പിന്നെ പറ്റില്ല, കൊള്ളില്ല. കുറുകൂമ്പ് വന്നാൽ അന്നേരം വെട്ടിയിട്ട് തോല് കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെയിലത്തുണക്കി ഇടിച്ചെടുക്കണം. അതിൻ്റെ കട്ട് പോവാൻ. അത് രണ്ടാമത് കട്ട് പോവാൻ പണി നല്ലോണം എടുക്കണം. പഴയ കാലത്ത് ചൗവരി എന്ന് പറയുന്നത് ഇതിൻ്റെ ഊറലിൽ നിന്നാണ് എടുത്തിരുന്നത്. ഇപ്പോൾ കപ്പയ്ക്കകത്തു നിന്നാണ്.
മറ്റേ ഇതിൻ്റെ ഊറിൽ നിന്ന് എടുത്തിരുന്നപ്പോഴാണ് അത് കിഡ്നിക്കൊക്കെ വളരെ നന്നായിരുന്നത്. കിഡ്നിക്ക് ഏറ്റവും നല്ല സാധനങ്ങളിൽപ്പെട്ടാണ്. ഇപ്പം ചെയ്യാറുണ്ട്. പന്നിക്കും മറ്റേ എരുമയ്ക്കും കൊടുക്കും, പോത്തിനും കൊടുക്കും, താറാവിനും കൊടുക്കും. താറാവിനും പോത്തിനും പന്നിക്കും കൊടുക്കും. പോത്തിനും കൊടുക്കും. വെള്ളത്തിലിട്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വലിയ മുട്ടികളായിട്ട് വെള്ളത്തിൽ കൊണ്ടിടും. എന്നിട്ട് ആവശ്യത്തിനടുത്ത് അരിവ് കെട്ടിയത് കളഞ്ഞ് പതുക്കെ അരിഞ്ഞു കൊടുക്കും. അതും ഇപ്പോൾ പണിയായതുകൊണ്ട് അതും ചെയ്യാൻ ആളുകളില്ലാതായിട്ടുണ്ട്. താറാവിനല്ല, പശുവിനും ഒക്കെ ഇപ്പോൾ അരിയും ഗോതമ്പും ഒക്കെയാണ് കൂടുതൽ ആഹാരം. അതുകൊണ്ട് ചാണകം വരാൻ ആളെ കിട്ടുകയില്ല. മനുഷ്യൻ്റെ ചാണകം പോലെയാണ് നാറ്റം. അങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട് ഈ പുതിയ തരം തീറ്റകളും. അതുകൊണ്ട് ചാണകത്തിൻ്റെ ഗുണങ്ങളും അതിനില്ല. അതുകൊണ്ട് ചാണകമാണെന്ന് പറഞ്ഞ് ഇതുകൊണ്ട് പോയി മെഴുകിയാൽ ചിലപ്പം മാറിയിട്ടിരിക്കാൻ പറ്റില്ല. അതാണ് അടയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില ആളുകൾ. പഴയ കാലത്ത് അതിൻ്റെ ഊറലെടുത്ത് വെച്ചേക്കും. എന്നിട്ട് ആ ഊറൽ കൊണ്ട് അടയുണ്ടാക്കും. ഇത് വെച്ചിട്ട് ഓട്ടടയായിട്ട് ഉണ്ടാക്കും, ഇതിൻ്റെ കറ ചേർത്ത്. പഴയ കാലത്ത് ഗുണറിയയും സിഫിലീസും വെള്ളപ്പൊക്കവും ഒക്കെ വരുമ്പോൾ സാധാരണ ഈ അമ്മമാർക്ക് ഇതറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ കറ എടുത്തിട്ട് ആ അരിയുമായിട്ട് ആ പൊടിയുമായിട്ട് കുഴച്ചിട്ട് നേരെ ഓട്ടട ഉണ്ടാക്കും. ഓട്ടട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുണ്ടാക്കും. ഒന്ന് ഇലയെ പരത്തിയിട്ട് മടക്കും. തേങ്ങയൊക്കെ വെച്ചോ വെക്കാതെയോ ശർക്കരയും തേങ്ങയും വെച്ചോ വെറുതെ ആയോ മടക്കും. മടക്കിയിട്ട് നേരെ പൊട്ടിയ കലമുണ്ടാവും. ഈ അകത്ത് കയറുകയില്ലാത്ത പൊട്ടിയ കലമുണ്ടാവും. ഒരു സൈഡൊക്കെ പൊട്ടിപ്പോയത് കല അടുപ്പിലേക്ക് വെച്ച് അടി തീ കത്തിച്ചിട്ട് കലത്തിനകത്തേക്ക് ഇടും. കല നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്ക് ആ ഇല കരിയും. ഇല കരിയുമ്പോൾ മറിച്ചിടും. മറുഭാഗവും ഇല കരിയുമ്പോഴേക്ക് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് എടുത്ത് അട തിന്നും. നല്ല സ്വാദിഷ്ടമായി തിന്നുന്ന ഒരു ഓട്ടടയാണത്. അത് അങ്ങനെ അല്ലാതെയും ഉണ്ടാക്കും. ഇരുമ്പ് ചട്ടിയോ മൺചട്ടിയോ മൺകലമോ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ മാവ് അതേ തന്നെ പരത്തും പൊള്ളി വരുമ്പോഴേക്കും. അങ്ങനെ എടുക്കും. അങ്ങനെ എടുക്കുന്നതും ഓട്ടടയാണ്. പക്ഷെ അതിൽ ഇലയില്ല. അതുപോലെ തന്നെ ചില അമ്മമാർ ഇത് 2 or 3 ഇലയിൽ പരത്തി കനലിലേക്ക് പൂത്തി വെക്കും. ഡയറക്റ്റ് കനലിൽ നിന്ന് ചൂട്ടെടുക്കും. അങ്ങനെ എടുക്കുന്ന ഓട്ടടയും നല്ലതാണ് തിന്നാൻ. ഇതൊന്നും കൂടാതെ ഇത് മുളംകുഴലിനകത്ത് തള്ളിക്കയറ്റിയിട്ട് വേവിച്ചെടുക്കും. അതും കൂടാതെ നല്ല പാളമുണ്ടെന്ന്, നല്ല കവുങ്ങിൻ്റെ പാളമുണ്ടെന്ന് നന്നായി പൊതിഞ്ഞ് മണലിലിട്ട് മണൽ മുകളിലും ഇട്ട് മുകളിൽ തീ കത്തിച്ച് മണൽ ഒഴിപ്പിച്ചെടുക്കും. ഇന്ന് തടിയെന്ന് പറയും. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇതൊക്കെ തിന്നാനും കാണാനും ഒക്കെ യോഗം ഉണ്ടാകണമെങ്കിൽ വല്ല നല്ല തള്ളയ്ക്കും പറക്കണം. അതിനിപ്പോൾ അടുത്ത ജന്മം എങ്ങാനും ആലോചിക്കുക. ദണ്ടെന്ന് പറയും. ദണ്ടെന്ന് പറയും. ഉണ്ട്. ഇവിടെ എവിടെയോ അടുത്തൊക്കെ ഉണ്ട്. ഇത് നിങ്ങളോട് പറഞ്ഞാൽ വല്ല പ്രയോജനമുണ്ട്. അതായത് സമീപകാലത്ത് ഈ 2 കാലുള്ള ജീവികളായി ജനിക്കുന്നത് മനുഷ്യരല്ല. അങ്ങനെ വന്നിരിക്കുന്നൊരു കാലഘട്ടമായി. വർത്തമാനം പറയുന്നെന്ന് വിചാരിച്ചോ 2 കാലം നടക്കുന്നതെന്ന് വിചാരിച്ചോ ഒക്കെ മനുഷ്യൻ്റെ പട്ടികയിൽപ്പെടുത്തിയാണ് സെൻസസ് എടുത്തു പോകുന്നത്. സെൻസസുകാർക്ക് തെറ്റുന്നു എന്നല്ലാതെ നമ്മളെന്ത് പറയാം? അല്ലേ പോലെട്ട? നിങ്ങൾ അവസാനം എന്നെ തല്ലുവോന്നറിയില്ല. അത്തിപ്പഴം 1 വീതം രാവിലെയും വൈകുന്നേരവും കഴിക്കുമ്പോൾ വസൂരിയുടെ നീറ്റൽ കുറയും.
പഴയ കാലത്തെ അന്തഃപുര നാരിമാർ, അന്തഃപുരത്തിലെ സ്ത്രീകൾ രാജാവിനെയും രാജകിങ്കരന്മാരെയൊക്കെ വശത്താക്കുന്നതിന് പ്രായമേറുമ്പോഴും യോനിക്കുറപ്പ് വരുന്നതിന് അത്തിക്കായ, പ്ലാശിൻകായ ചേർത്ത്, ശമതക്കായ ചേർത്ത് പൊടിച്ച് നിറയ്ക്കാറുണ്ട്. അതുകൊണ്ട് യോനിക്കുറപ്പ് വരും. ഇത് പഴയ പ്രയോഗങ്ങളിൽപ്പെട്ടതാണ്. അത് എഴുതിയെടുക്കണ്ട, ഞാൻ ഒരു അറിവിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ ആൾ കൂടുതലാണ്. അപ്പോൾ ആ നിലയ്ക്ക് കായ നേത്രരോഗങ്ങൾക്ക് അത്യുത്തമമാണ്. അത്തിയുടെ കായ കണ്ണിൻ്റെ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇത് കറിവെക്കും. നിങ്ങളുടെ ഇവിടെ മെഴുക്കുരട്ടി എന്ന് പറയും, കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. വരിഞ്ഞ് മെഴുക്കുരട്ടി വെക്കും. അത് മറ്റേ അത്തിയും വയ്ക്കും, പച്ചക്കായ. പിന്നെ ഇത് തേങ്ങാപ്പാൽ ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കും. എന്തോ ആരെങ്കിലും ചോദിച്ചോ? സംശയം വല്ലോ? ഇതിൻ്റെ കായ് ഉപയോഗിക്കും, മറ്റേ അത്തിയുടെ കായ് ഉപയോഗിക്കും. മെഴുക്കുവരട്ടിക്ക് തരിക, ഒന്നോ രണ്ടോ കാന്താരി മുളകോ പച്ചമുളകോ കീറിയിടുക. പിന്നെ ചിലരതിന് ഉള്ളിയും ചേർക്കും. ഉള്ളി അരിഞ്ഞിടും. ഉള്ളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വേവിക്കുക. വറ്റി വരുമ്പോഴത്തേക്ക് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇടുക. വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇടുക. അവിടെ കിടന്ന് വരണ്ടെടുക്കുമ്പോൾ നല്ല മെഴുക്കുവരട്ടി നല്ല സ്വാദിഷ്ടമായിട്ട് കിട്ടും. മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? ഏതാ? ഏതിന്? ഇതിനോ? അത് കുഴപ്പമില്ല. അത് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടുമ്പം കുഴപ്പമില്ല. ഇത് നല്ല ഇത് വെച്ച് കഴിച്ചിട്ടുണ്ട്. ഇത് വെച്ച് കഴിച്ചിട്ടുണ്ട്. ഉണ്ട്. ഇതിൻ്റെ മെഴുക്കുവരട്ടി വളരെ നല്ലതാണ്. തോരനും നല്ലതാണ്. ചെറുതായിട്ട് അരിയും. വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് വെന്ത് വരുമ്പോൾ ചീനച്ചട്ടിയിൽ അല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ അടച്ചു വെച്ചിട്ട് വെന്ത് വരുമ്പോൾ അല്പം തേങ്ങായും മഞ്ഞളും മുളകും ഒരല്പം ജീരകവും ഉള്ളി, ചിലർ വെള്ളുള്ളി, ചിലർ ചുവന്നുള്ളി, അതും കൂടെ ചായ്ച്ചെടുക്കും. അരക്കിയല്ല. തോരൻ വെക്കാനൊക്കെ അറിയാവുന്ന പെണ്ണുങ്ങളാണെങ്കിൽ അത് ചായ്ച്ചെടുക്കും. ചായ്ച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കല്ലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടിക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചെന്നാൽ മനസ്സിലാവുമോ? ഇങ്ങനെയല്ല. ഈ അറ്റം താഴുമ്പോൾ ഈ അറ്റം പൊങ്ങണം. അങ്ങനെ ചായ്ച്ചെടുക്കുന്നതാണ്. ചതയ്ക്കുക എന്നല്ല പറയുക, കല്ല് ചായ്ച്ചെടുക്കുക എന്നാണ്. അതാണ് അതിൻ്റെ നാടൻ ഭാഷ. ഇതൊക്കെ നല്ല പെണ്ണുങ്ങൾക്ക് ജനിക്കണം. എനിക്കാണെങ്കിൽ ദേഷ്യവും വരും. നിങ്ങൾക്കാണെങ്കിൽ അരോചകമോ. മിക്സിയിലൊന്നും അടിച്ചാൽ അതിൻ്റെ ഒന്നും സ്വാദ് കിട്ടില്ല. കല്ലിലെടുക്കുന്ന സാധനത്തിന് എവിടെയാണ് മിക്സിയെ കിട്ടുന്നത്? മിക്സിയെ തിന്ന് ശീലിച്ചാൽ നിങ്ങൾക്കൊന്നും നാവിന് സ്വാദും ഉണ്ടാവില്ല. നാവിൻ്റെ രസം എങ്ങനെയൊക്കെ കളയാമെന്നാണ് നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഗവേഷണം. നാവിൻ്റെ രസം നിലനിന്നില്ലെങ്കിൽ ഇന്ദ്രിയ പ്രസന്നത ഉണ്ടാവില്ല. ഇന്ദ്രിയ പ്രസന്നത ഉണ്ടായില്ലെങ്കിൽ ദുഃഖം മാറില്ല. പ്രസാദേ സർവദുഃഖാനാം ഹാനി രസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാസു ബുദ്ധി പര്യവതിഷ്ഠതേ. ബുദ്ധി എവിടെയെങ്കിലും ഒരിടത്ത് നല്ലപോലെ ഉറച്ചു നിൽക്കണമെങ്കിൽ പ്രസന്ന ചേതസ്സാകണം. പ്രസന്ന ചേതസ്സാകണമെങ്കിൽ നല്ല ആഹാരം കഴിച്ച് ശീലിക്കണം. നല്ല ആഹാരം കഴിച്ച് ശീലിക്കണമെങ്കിൽ നല്ല തള്ളയ്ക്ക് ഉറക്കണം. അതെ, മിക്സിയിൽ അടിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കാരണം ഇത് അവിടെ ഇവിടെയൊക്കെ ചേരുകയെന്ന്, പിന്നെ ഇതങ്ങോട്ട് കുടഞ്ഞിടുകയെന്ന്. നിങ്ങൾ തന്നെ അടിക്കുമ്പോൾ നോക്കിയോളൂ, ആ ബ്ലേഡ് പോകുന്നിടത്ത് മാത്രമേ ഈ സാധനം ചേരുള്ളൂ. പിന്നെ നിങ്ങളൊരു സാധനം ഇട്ട് ഇളക്കി കൊടുക്കും, അതിൻ്റെ പ്ലാസ്റ്റിക്കും ഒക്കെ പൊടിഞ്ഞു ചേരും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അതേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് വിരോധമില്ല. അതാണ് നല്ലത് എന്ന് മാത്രം പറയരുത്. അത്ര മാത്രമേ നമുക്ക് ഒബ്ജക്ഷൻ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഇന്ന് ചെയ്യാൻ പറ്റുള്ളൂ. സമ്മതം. ഞാനതല്ല, എനിക്ക് മനസ്സിലായി, എനിക്കത് മനസ്സിലായി. എനിക്ക് ആ ചോദ്യം മനസ്സിലായി. ആ ചോദ്യം ഞാൻ ഉൾക്കൊണ്ടിട്ടാണ് പറഞ്ഞേ. ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങളുടെ ചോദ്യത്തിനല്ല ഞാൻ ആ മറുപടി പറഞ്ഞേ. ചോദ്യത്തിന് ഞാൻ ഉത്തരം ആദ്യം പറഞ്ഞു. അങ്ങനെയേ ചേരുള്ളൂ, അത് സംശയമില്ല. പക്ഷെ ആ സമയം കിട്ടിയപ്പോൾ ഞാനൊരു അത് ഉപയോഗിച്ചൊരു അടിയും കൂടെ അടിച്ചിട്ട് പോകുന്ന വിചാരിച്ചടിച്ചതാണ്.
എനിക്ക് ഈ ചാൻസ് തന്നു കഴിയുമ്പോൾ ഒരടി അടിച്ചിട്ട് പോയില്ലെങ്കിൽ പിന്നീട് സൗകര്യം കിട്ടുകയല്ലോ എന്ന് വിചാരിച്ചാൽ. അത് ചോദ്യത്തിനുള്ള അടിയല്ല. ചോദ്യം ചോദിക്കുന്ന ആളുകൾ ചോദിക്കുമ്പോഴാണ് എനിക്കൊന്ന് കയറിപ്പറ്റാൻ ഒരവസരം. അതുകൊണ്ട് പലരും ചോദിക്കില്ല. അതാണ് കുഴപ്പം. പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ചിരിച്ചോണ്ടാ പറയുന്നത്. ഞാൻ ഇന്ന് വരെ രോഷാകുലനായി നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. തെറിയും ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതില്ല എന്ന് പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ അപ്പനും അപ്പൂപ്പനും ഒക്കെ ചിലപ്പോൾ കുഴിയിൽ നിന്ന് ഏറ്റു വന്നിട്ടുണ്ടാവും. അതൊന്നും നമുക്കെതിരെ അഭിപ്രായമുള്ള കാര്യമല്ല. പക്ഷെ അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ള ചിരിച്ചോണ്ടാണ്. കാരണം അതിൻ്റെ ഒരു സൗന്ദര്യാരാധന ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ ഇതുവരെ കണ്ടിട്ടുള്ളൂ? നമ്മൾ കൊലപാതകമൊക്കെ നടത്താറുണ്ട്. അത് ചിരിച്ചോണ്ടേ കൊല്ലാറുണ്ട്. കരഞ്ഞോണ്ട് കൊല്ലുക, അതൊരുമാതിരി ദേഷ്യപ്പെട്ട് കൊല്ലുക, അതൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഇത് കൂട്ടാൻ വെച്ച് കൂട്ടും നല്ലതാണ്. രക്തപിത്തത്തിനാണത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ബ്ലീഡിംഗ് ഒക്കെ വന്നാൽ ഇതിൻ്റെ ഉപ്പേരി എന്ന് പറയുന്നത് നിങ്ങൾ മെഴുക്ക് പുരട്ടി തോരനും നല്ലതാണ്. അത്തിവേര് 5 ഭാഗം, അത്തിവേര് 5 ഭാഗം, അത്തിത്തൊലി 4 ഭാഗം, അത്തിത്തളിര് 3 ഭാഗം, അത്തിപ്പൂ 2 ഭാഗം. അത്തിവേര് 5 ഭാഗം, അത്തിമരത്തിൻ്റെ തൊലി 4 ഭാഗം, അത്തിമരത്തിൻ്റെ തളിര് 3 ഭാഗം, അത്തിമരത്തിൻ്റെ പൂവ് 2 ഭാഗം, അത്തിക്കായ 1 ഭാഗം. കായ, പൂവ്, തൊലി അല്ല, കായ, പൂവ്, തളിര്, തൊലി, വേര്. ഇവ 1, 2, 3, 4, 5 എന്ന അനുപാതത്തിലെടുത്ത് ഉണക്കി പൊടിച്ചു വെച്ചാൽ, അവ ശരിയായിട്ട് ഉണക്കി പൊടിച്ചു വെക്കുകയാണെങ്കിൽ അത് ലുക്കീമിയയ്ക്ക് നല്ലതാണ്. ലുക്കീമിയയിൽ വളരെ ഫലപ്രദമാണ്. അത് കഷായം വെച്ച് കഴിച്ചാൽ അതിനേക്കാൾ ഫലപ്രദമാണ്. കഷായമാണ് പൊടിയേക്കാൾ ഉത്തമം. കാരണം അതിൻ്റെ ആ സാരം മാത്രമാണ് അപ്പം വരിക. തളിരല്ല പൂവതിന് പൂവായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു മുട്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു സാധനം വരും, മുകുളം പോലെ. അതാണ് പൂവായിട്ട്. അങ്ങനെ വെച്ച് ബലം കണ്ടെത്തിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. കണ്ടെത്തിയത് എങ്ങനെയാണെന്നാണ് ചോദിക്കുക. അത് ഒരു യോഗബുദ്ധിയിൽ കണ്ടെത്തുന്നതാണ്. പഴയ ആചാര്യന്മാർ ഇതിൻ്റെ പല യോഗങ്ങളെ കണ്ടെത്തുന്നത് അവരുടെ യോഗബുദ്ധിയിലാണ്. അത് അവരും അതുമായുള്ള അതിൻ്റെ ദേവതയുമായുള്ള സംവേദനത്തിൻ്റെ ഫലമാണ്. അത് നിരന്തരമായി അതിൻ്റെ ചോട്ടി ചെല്ലുകയും പറിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോധത്തിലേക്ക് അതിൻ്റെ ദേവത നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെയാണ് അതിന് ഞങ്ങൾ പറയുക. എന്ന് പറഞ്ഞാൽ ആ ചെടി നിങ്ങളോട് പറയും, ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ലേ, നിൻ്റെ അയൽവക്കത്ത് ആ കുട്ടിക്ക് രോഗമിന്നതല്ലേ, പറിച്ചു കൊടുത്തുകൂടെ നിനക്ക് എന്ന് ചോദിക്കും. അങ്ങനെ ചെടി നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വഴിയുണ്ട് എന്നാണ് ഔപനിഷദികമായ അറിവിൽ പറയുന്നത്. അങ്ങനെയാണ് പ്രാചീനർ ഇതൊക്കെ എഴുതി വെച്ചത്. അന്ന് ചെടികളോടും പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ സംസാരിക്കാനാണ് മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാൾ താല്പര്യമുണ്ടായിരുന്നത്. മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ വളരെ ഉത്തമമായ ഒരു ഭാഗത്തെ അവൻ്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയുമായി സംവദിക്കുന്നതിനുള്ള സാധ്യതയെ ആരായുകയും കണ്ടെത്തുകയും ചെയ്തവരാണ് പ്രാചീനർ. കാരണം കള്ളന്മാരായ മനുഷ്യരോട് സംസാരിച്ച് നേരം കളയുന്നതിനേക്കാൾ നന്ന്
ഇവയുമായുള്ള സഹവാസമാണെന്ന് അറിഞ്ഞ ഉത്തമന്മാരായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് മനുഷ്യനോട് സമയം കളഞ്ഞ് വർത്തമാനം പറഞ്ഞ് സമയം കളഞ്ഞ് പരദൂഷണവും പറഞ്ഞ് ഉള്ള നേരം മുഴുവൻ കളഞ്ഞ് പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവുമായി നടക്കുന്ന യാതൊരു വിവരവും ഇല്ലാത്തവനെയാണ് വിദ്യാഭ്യാസമുള്ളവൻ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എന്നെ തല്ലാൻ തോന്നുന്ന കാര്യമാണ്, ചോദിച്ചു വാങ്ങിച്ചതാണ്. ചോദിക്കുമ്പോൾ തന്നുവിടാതിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് ചോദിക്കാതിരിക്കണ്ട. മനുഷ്യനോട് വർത്തമാനം പറയുന്നതിനേക്കാളൊക്കെ സുഖം, അത് സംശയമില്ല. കുറച്ച് കഴിയുമ്പോൾ അവയും നമ്മളുമായി ഗാഠമായൊരു ബന്ധം ഉണ്ടാവും. ആ ബന്ധത്തിൽ വെച്ച് അവ നമ്മുടെ അടുക്ക നിന്ന് മെല്ലെ പറയും. കാളിദാസൻ ഗീത തിരുത്താൻ തുടങ്ങുന്നുണ്ട്. ഗീതയിൽ വ്യാകരണ പിശക് വരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭഗവത്ഗീതയിൽ ചില വ്യാകരണ പിശകുകൾ. അപ്പോൾ തൻ്റെ അറിവ് വെച്ച് വ്യാകരണ പിശക് തിരുത്താൻ തുടങ്ങിയപ്പോൾ ഒരു പക്ഷി അവിടെ ഇരുന്ന് ചിലയ്ക്കുന്നു എന്ന് കാളിദാസന് തോന്നി. അപ്പോൾ കാളിദാസൻ ശ്രദ്ധിച്ചപ്പോൾ പക്ഷി പറഞ്ഞത് വ്യാസോ നവ എന്നാണ്. ഈ കാളിദാസരെ വ്യാസന് നവവ്യാകരണം അറിയാമായിരുന്നു, മറക്കണ്ട എന്ന് പറയുകയാണെന്ന് കാളിദാസർക്ക് മനസ്സിലായി. കാളിദാസർ ഉടനെ ആ പക്ഷിയെ തൊഴുതിട്ട് പറഞ്ഞു, അഹം പഞ്ച, എനിക്ക് 5 വ്യാകരണമേ അറിയുള്ളൂ. 5 വ്യാകരണം അറിയാവുന്ന ഞാൻ 9 വ്യാകരണം അറിയുന്നവനെ തിരുത്താൻ പോയാൽ എന്താകും കഥ, അതുകൊണ്ട് തൽക്കാലം തിരുത്തുന്നില്ല. ഇങ്ങനെ എല്ലാത്തിനോടും സംവദിക്കാൻ അന്ന് അറിയാമായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ഭാഷ തന്നെ അറിയില്ല, കാരണം അത് മണിക്കൂർ ഒന്ന് കഴിയുമ്പോൾ മാറിപ്പോകും. സ്വന്തം ഭാഷയെ മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഓർമ്മയുണ്ടാകില്ല നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ എന്താ. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ജീവിതത്തിൻ്റെ വ്യത്യാസമാണ്. ഇതേ ഔഷധം മുമ്പ് പറഞ്ഞ കഷായം, അത് കഷായം വെച്ച് കഴിച്ചാൽ സിക്കിൾ അനീമിയയ്ക്ക് നല്ലതാണ്. വയനാട് മുഴുവൻ തകർക്കുന്ന ഒരു രോഗമാണ് സിക്കിൾ അനീമിയ. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അരിവാൾ രോഗമെന്ന് പറയും. സിക്കിൾ സെൽ അനീമിയ, അതായത് ആ സെല്ല് അരിവയുടെ ആകൃതിയിലിരിക്കും, മറ്റ് സെല്ലിനെ പിടിച്ചു തന്ന് നശിപ്പിക്കും. ബോഡിക്ക് വലിയ വേദനയാണ്, ഫെയിലാവും. വേദനയുമാണ്, വല്ലാത്ത വേദനയാണ്. അതിന് കഷായം വളരെ നല്ലതാണ്. കൊടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യമാവും, 100% മാറും. പയ്യെ പോയി സിക്കിൾ സെൽ അനീമിയ ഉള്ള രോഗിയെ കണ്ടുപിടിച്ച് നല്ല ബന്ധത്തിൽ കൂടി പതുക്കെ ചികിത്സിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് ഇത് മാറുമ്പോൾ പത്രത്തിൽ പേരുമൊക്കെ സഹിതം സെൽ അനീമിയയ്ക്ക് മരുന്ന് കണ്ടു. പിറ്റേ ദിവസം മുതൽ അത് ചെയ്യണ്ടെന്ന് ഓർഡറും. മിണ്ടാവ് കൊടുത്താൽ ആ കുഴപ്പമില്ല. ഇതിൻ്റെ കറ പുരട്ടിയാൽ നീര് പൊട്ടും, മുഴകൾ, നീരുകൾ പൊട്ടിക്കാൻ ഇതിൻ്റെ കറ പുരട്ടും. സ്ഥാവര വിഷങ്ങൾക്കും ജംഗമ വിഷങ്ങൾക്കും, ചെർക്കുരു മുതലായവ സ്ഥാവര വിഷങ്ങളാണ്. കാഞ്ഞിരം, പാമ്പ്, പഴുതാരയൊക്കെ കടിക്കുന്ന ജംഗമ വിഷമാണ്. അതിന് രണ്ടിനും ഇതിൻ്റെ പട്ടവെന്ത വെള്ളം നല്ലതാണ്, തൊലിവെന്ത വെള്ളം. ധാരാളം അത്തി വെച്ച് പിടിപ്പിച്ചാൽ അടുത്ത പറമ്പുകളിൽ മരുന്നടിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. അത്തി വിഷവാതകത്തെ നല്ലപോലെ വലിച്ചു മാറ്റും. എൻഡോസൾഫാൻ, ഫുർഡാൻ തുടങ്ങിയ
വിഷത്തെ മാറ്റുന്നതിൽ ഇതിൻ്റെ കഴിവ് പ്രത്യേകമാണ്. മാത്രമല്ല അതിനെ വിഭജിച്ച് അന്തരീക്ഷത്തെ ശുദ്ധമാക്കും. ഏത്? ഇത് വളരെ പണ്ടേ ഉള്ളതാണ്. ഇതിന് ഇൻ്റർനെറ്റിലൊന്നും റിസർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ആചാര്യന്മാർ വളരെ പണ്ടേ എഴുതി വെച്ചിരിക്കുന്നതാണ്. പറമ്പിൽ ഏറ്റവും ചുരുങ്ങിയത് 4 അത്തിയെങ്കിലും ഒരേക്കർ പറമ്പിൽ വെച്ച് പിടിപ്പിക്കണം, അതിൻ്റെ 4 മൂലയ്ക്ക്. എന്ന് പറഞ്ഞാൽ എവിടുന്ന് വരുന്ന വിഷവാതകവും അത്തി പിടിക്കും. അത്തിക്ക് അതിനുള്ള കഴിവുണ്ട്. നാടൻ അത്തി വിഷം പിടിക്കുന്നതിൽ വളരെ ഉത്തമമാണ്. മാത്രമല്ല അത്തി നിൽക്കുന്ന പറമ്പിൽ വെള്ളമുണ്ടാവും സുലഭമായി. അതുകൊണ്ട് അത്തിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. വെള്ളം വലിക്കുകയും ചെയ്യും, അതിനനുസരിച്ച് വെള്ളം അത് ഉണ്ടാക്കുകയും ചെയ്യും. വെള്ളം വലിക്കണേ വെള്ളം വേണമല്ലോ. ധാരാളം വലിയ അത്തി. ഇതെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണവന്മാരെ ഓൾഡ് ഏജ് ഹോമിലും വെട്ടി പറമ്പിൽ നിൽക്കുന്ന നല്ല മൂത്ത മരവും വെട്ടിക്കളഞ്ഞ് മൊസാണ്ടയും ഇറ്റാലിയൻ പുല്ല്, അതാണിപ്പം വീട്ടുമുറ്റത്തൊക്കെ ഇറ്റാലിയൻ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ട് ഭാര്യയും ഭർത്താവും കൂടെ അതിന് ചുറ്റും നൃത്തം ചെയ്യുക. അതിൻ്റെ കാലമായി. ഞാൻ പറഞ്ഞ നുണയാ? പിന്നെ അതുകൊണ്ട് മല അത് ഇതൊക്കെ ഇങ്ങനെ ഇറ്റാലിയൻ പുല്ലുകൊണ്ട് വെച്ച് പിടിപ്പിക്കുക. ആർക്കും യാതൊരു പ്രയോജനമില്ല. ഇപ്പം എന്നിട്ട് പിന്നെ കുറേ ആളുകൾ വേറൊരു പണിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഗണപതി ക്ഷേത്രത്തിലേക്ക് ഇതിൻ്റെ തലം കുറിച്ചുകൊണ്ട് പോകും, കറുകയാണെന്നോ. എന്നിട്ട് പ്രകൃതി ചികിത്സക്കാരൻ അത് വാങ്ങിച്ചു കൊണ്ടുപോയി നീരും കുടിപ്പിക്കും. നുണയൊന്നും പറഞ്ഞതല്ല. ഇവിടെ തൃപ്പൂണിത്തറയൊക്കെയുള്ള ഗണപതി ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം കറുക കെട്ടിക്കൊടുത്തിട്ടുണ്ട് മാലയ്ക്കൊക്കെ ഗണപതിക്ക്. അപ്പം അതിന് കറുക കിട്ടണ്ടേ? കറുക കിട്ടാൻ പ്രയാസമാണ്. സമ്പന്നൻ്റെ വീട്ടിലെല്ലാം ഇറ്റാലിയൻ പുല്ലാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അത് മറ്റേ യന്ത്രം ഓടിക്കുമ്പോഴേക്ക് തല മാത്രം കട്ട് ചെയ്ത് വരും. അത് കെട്ടി മാല കെട്ടി കൊണ്ട് കൊടുത്താൽ ഇട്ടോളൂ. അത് കൊണ്ടുപോയി നീരും പിഴിഞ്ഞ് കുടിക്കും. അതായിപ്പോൾ ഗണപതിക്കൊക്കെ പാണ്ട് പിടിച്ചു തുടങ്ങി. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇല്ലില്ല, കുറച്ച് വളരണം. കമ്പൊടിച്ച് കുത്തിയതാണെങ്കിൽ കാനേരത്തെ വരും. അവിടെ കായ ഉണ്ടെങ്കിൽ അത് കമ്പൊടിച്ച് വെച്ചതാകാം, കമ്പ് വീണ് കിളുത്തതാകാം. കായെന്ന് കിളിക്കുന്നതാണെങ്കിൽ അത് നിന്നും ഒരടിച്ചതാകും, മറ്റേ വളമില്ലാതെ. പ്രായമെത്താതെ ഒരു പ്രത്യേക പ്രായം, ഒരു 3 കൊല്ലം 4 കൊല്ലം ആകാതെ കായ ഉണ്ടാകുന്നത് കുറവാണ്. ചില ഏരിയയുടെ കാണാം. അതായിരിക്കും. അമ്പലമുളകാണ് നേരത്തെ കഴിഞ്ഞു. പിന്നെ അമ്പലമുളയിൽ യൂറിയയും പിന്നെ പൊട്ടാസ്യം, പൊട്ടാഷ്, യൂറിയ, സൾഫർ ഒക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏതാ കായ്ക്കില്ലാത്ത. അമ്പലമുകളിലെ ക്വാർട്ടേഴ്സിലെ കുട്ടികൾക്കൊക്കെ ഗ്രോത്ത് 6 വയസ്സ് 7 വയസ്സാകുമ്പോഴേക്ക് ഗ്രോത്ത് ഹോർമോൺ നിലച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് അത്രയും സാധനമല്ലേ തിന്നുന്നത്. എന്തുമാത്രം സൾഫർ തിന്നുന്നുണ്ടാവും. യൂറിയൊക്കെ തിന്നുമ്പോൾ നല്ലപോലെ കൊഴുക്കും. ഡെയിലി രാവിലെ കോഴിക്ക് മാത്രമല്ല, മറ്റേ ചീരയ്ക്ക് മാത്രമല്ല, ഒരല്പം യൂറിയ വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാം കൊടുത്താൽ പിള്ളേരും തടിക്കും. കളിയായിട്ട് പറഞ്ഞാലല്ല, ഒരു ബക്കറ്റ് വെള്ളത്തിൽ 2 ഗ്ലോബ്യൂൾസ് ഇടുക, കലക്കുക, നേരെ കുടിക്കാൻ കൊടുക്കുക. നല്ലോണം തടി വെക്കും. തടി വെക്കാത്തതൊക്കെ അത് യൂറിയ പ്ലാന്റ് വർക്ക് ചെയ്യുമ്പോൾ തടി വെക്കും. ഗുണ്ടൊക്കെ അങ്ങനെയല്ലേ തടി വെച്ചേ? അല്ലേടാ? അല്ലേ? യൂറിയ പ്ലാന്റ് വർക്ക് ചെയ്യുമ്പോൾ തടി വെക്കും. മാത്രമല്ല യൂറിയ പ്ലാന്റ് വർക്ക് ചെയ്യുമ്പോൾ ഉതത്താൻ കെട്ടിന്ന് വരുന്ന വെള്ളം ലേക്കിൽ വന്നിട്ട് അവിടുന്ന് ചെറിയ ചാല് വഴി ഫാക്ടറിക്ക് അകത്തേക്ക് വരും. അപ്പോൾ ആദ്യത്തെ മഴ പെയ്യുമ്പോഴേക്ക് വെള്ളം പൊങ്ങുമ്പോൾ
മീൻ തുള്ളിക്കളിച്ച് വരും. അല്പം യൂറിയ അങ്ങ് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നേരെ കരയ്ക്കോട്ട് തുള്ളും. അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ FACT നിന്ന് പോകുന്നവനെല്ലാം ഓരോ കോർമ്പലും കൊണ്ടാണ് പോകുന്നത്. ശരിക്കുന്നു. ഞാൻ രവിയെ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. FACT മാറാൻ എന്നുണ പറഞ്ഞാന്നാ വിചാരിച്ചേ. ആ യൂറിയ വാരിയിട്ട കണ്ണ് കാണുകയല്ല, അപ്പോൾ അത് തുള്ളും, കരയ്ക്ക് തുള്ളും. യൂറിയയുടെ ഇതുകൊണ്ടാണ് അത് വരുന്നത്. ചെറിയ അളവിൽ യൂറിയ ഉള്ളതുകൊണ്ട് നല്ലപോലെ വണ്ണം വെക്കും. മീനുള്ള കുളത്തിൽ ചെറിയ അളവിൽ യൂറിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീനിന് തടി വെക്കും, പെട്ടെന്ന് വണ്ണം കൂടും. അതറിയണമെന്നുണ്ടെങ്കിൽ ചാണകവും യൂറിയയും കൂടെ കുളത്തിൻ്റെ കരയ്ക്ക് ചാണകം കൊണ്ടുപോയി പതുക്കെ വെച്ചാൽ മീൻ വന്ന് തിന്നുന്ന കാണാം, വെള്ളം തുള്ളിച്ച്. ടാങ്കുകൾ കിട്ടുമ്പോൾ, മീനെ വളർത്തുന്ന ടാങ്കുകൾ കിട്ടുന്ന ആളുകൾ അതിന് സൈഡിലൊരു കല്ലിങ്ങനെ നീട്ടി വെക്കും. കണ്ടിട്ടില്ല? മീനിൻ്റെ കാര്യം പോലും അറിയില്ല, തിന്നാനല്ലാതെ. അപ്പോൾ കൊണ്ടുപോയി ചാണകം അതിലിട്ട് വെച്ചാൽ മീൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ തുള്ളി വെള്ളം കയറ്റിയിട്ട് അത് വെള്ളത്തിലേക്ക് ഒഴുകിയിട്ട് തിന്നും. ചാണകവും യൂറിയയും ചെന്നാൽ പെട്ടെന്ന് വണ്ടിക്കും. മത്സ്യം മാത്രമല്ല, ഞവഞ്ഞി, ഇതൊക്കെ മറ്റേ പേരെന്തോ നിങ്ങൾ ഞവണിക്കാന്ന് പറയുന്നത്, പിന്നെ മറ്റേ ഞണ്ട്, ഇതൊക്കെ അങ്ങനെ വണ്ടിക്കും. ആമയൊക്കെ ചാണകക്കുഴിയിലാണ് വളരുന്നതെങ്കിൽ ഏതാണ്ട് 1 കൊല്ലം 1.5 കൊല്ലം കൊണ്ട് അവനങ്ങ് കയറി പിടിച്ച്. ചാണകം, യൂറിയ. അപ്പം അങ്ങനെ വരുന്ന വിഷമെല്ലാം വലിക്കാൻ അത്തിമരം നല്ലതാണ്. പറഞ്ഞപ്പോഴേ ഇതെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് ഇതിന് അത്തിമരത്തിന് ഒരു പേര് തന്നെ ഉണ്ട്. അതുകൊണ്ട് ജന്തുഫലം, ജന്തുക്കളെ രക്ഷിക്കുന്നതുകൊണ്ട്. വിഷശക്തി കുറയ്ക്കുന്നതുകൊണ്ടാണ് ആ പേര് തന്നെ. പഴയ കാലത്തെ വയസ്സായവർ പറയുന്ന അങ്ങനെയാണ്, ഇതിന് ജന്തുബലം എന്ന് പറയുന്നത് വിഷം കുറയ്ക്കുന്നതുകൊണ്ടാണെന്നാണ്. അതൊക്കെ സൈഡിൽ കേൾവി എന്ന് എഴുതിയാൽ മതി കേട്ടോ, പുസ്തകത്തിലൊന്നും തപ്പിയാൽ കിട്ടുകയില്ല. അവസാനം ഇതൊക്കെ എവിടുന്നാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പഴയ പാരമ്പര്യത്തിൽ കേൾവിയായി കുടുംബങ്ങളിൽ സൂക്ഷിച്ചു പോരുന്ന അറിവാണ്. താളിയോലകളിൽ എവിടെയെങ്കിലും കണ്ടു എന്ന് വരാം. ഇടുപ്പ് വേദന, കടീഗ്രഹം എന്ന് പറയും. കടി എന്ന് പറഞ്ഞാൽ ഇടുപ്പ്. ആ ഇടുപ്പ് വേദനയ്ക്ക് അരക്കെട്ടിലും നെഞ്ചിലും വരുന്ന വേദനയ്ക്ക് ഇതിൻ്റെ കറ പുരട്ടി കൊടുത്താൽ ശമിക്കും. സാധാരണഗതിയിൽ വീടുകളിൽ കാണുന്ന ഒരു പ്രത്യേകത, പൂച്ചയെ വളർത്തുന്നവരാണ് മിക്ക ആളുകളും. അതിനെടുത്ത് മടി വയ്ക്കുകയൊക്കെ ചെയ്യും. കുട്ടികൾ വളരെ ചെറുപ്പത്തിലെ പ്രായപൂർത്തിയാകുന്നതുകൊണ്ട് വളരെ വൈകൃതങ്ങളും കാണിക്കും, പൂച്ചയും പട്ടിയെയും ഒക്കെ വളർത്തുമ്പോൾ. അതുകൊണ്ട് ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അതായത് ടോക്സോപ്ലാസ്മ വളരെ കൂടുതലാവും. ഒരു ടോക്സിൻ പൂച്ചയിൽ നിന്ന് ശരീരത്തിൽ കടന്നുകൂടുന്നതാണ്. അത് ഗർഭപാതമുണ്ടാകും, പുരുഷ ബീജത്തെ സ്വീകരിക്കാതെ. അതിന് ഈ അത്തി വളരെ നല്ലതാണ്. അതായത് അത്തിയുടെ കറ വളരെ നല്ല ഫലം ചെയ്യും. അത്തിയുടെ കറ മാത്രമല്ല, അത്തിമരത്തിൻ്റെ തൊലി കഷായം വെച്ച് കുടിപ്പിച്ചാലും നല്ലതാണ്.
ആധുനിക ഗൈനക്കോളജിയിൽ ആദ്യം തിരിച്ചറിയാതെ വളരെ വൈകിയാണ് പലപ്പോഴും അറിയുക ടോക്സോപ്ലാസ്മ പോസിറ്റീവാണ്. അങ്ങനെ വരുന്നതിന് ടോക്സോപ്ലാസ്മോസിസ് എന്നാണ് പറയുക. അതുകൊണ്ട് പൂച്ചയെ പിന്നെ കളിപ്പിക്കരുതെന്നൊക്കെ പറയും. കഴിപ്പിക്കാതിരുന്നാലും കയറി കൂടിയ അണു പോവില്ല. പോകാൻ ആധുനിക മരുന്നുകളും ഇല്ല. പക്ഷെ അത്തി നല്ലതാണ്. അത്തിത്തൊലിയുടെ കഷായം എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ ഉടനെ വെച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് മാറും. അതുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിക്കുകയും വേണം വീടുകളിൽ, പൂച്ചയോട് കളിക്കുമ്പോഴും പട്ടിയോട് കളിക്കുമ്പോഴും. മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഇപ്പോൾ പട്ടിയെയും പൂച്ചയെയും സ്നേഹിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഭാര്യ ഒരു ആൺപട്ടിക്ക് പേരുമൊക്കെ ഇട്ട് അതിനെയും, ഭർത്താവ് ഒരു പെൺപട്ടിക്ക് പേരുമൊക്കെ ഇട്ട് അതിനെയും വളർത്തുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഞാൻ കൊല്ലും തല്ലുമെന്നൊക്കെ പറയും വിളിച്ച്. അവൻ മറ്റവൻ മനസ്സിലാക്കണം ഇങ്ങനെ ഇല്ലേ, അന്യോക്തി വിലാസത്തിലാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. ഭർത്താവിനോട് പറയാൻ പറ്റില്ലല്ലോ നിന്റെ കാല് തല്ലി ഒടിക്കുമെന്ന്. ആരെങ്കിലും കേട്ടാൽ എന്ത് ചെയ്യും? അപ്പം ഇതിനോട് പറയുന്ന സമയത്ത് അയാൾക്ക് ബോധമുണ്ടേ മനസ്സിലാക്കും. അപ്പോൾ അയാളും അപ്പുറത്തിരുന്ന് ഒരെണ്ണത്തിനെ താലോലിച്ചുകൊണ്ട് പറയും ഉവ്വ ഉവ്വ. ആ ഇങ്ങനെയൊക്കെ ഉണ്ടോ? അതോ ഞാൻ ചുമ്മാ പറയുകയാണോ? ഇങ്ങനെയൊക്കെ ലോകത്തുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിലും രണ്ടുപേരൂടെ വന്നിട്ടുണ്ടെ പറയാൻ പറ്റുമല്ലോ അല്ലേ? അതായത് കുട്ടി ഉണ്ടാവില്ല, വന്ധ്യത, ചൊറിഞ്ഞു തടിക്കും ശരീരം, ചൊറിച്ചിലുണ്ടാവും, കാലടകളിൽ ചൊറിച്ചിലുണ്ടാവും, അപൂർവം ചിലപ്പോൾ സ്കെയിലി ആയിട്ടൊരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും. അതൊക്കെ എല്ലാം അതാണെന്നല്ല, എല്ലാ ലക്ഷണങ്ങളും കൂടെ കഴിഞ്ഞാൽ അതാണെന്ന് മനസ്സിലാക്കാം. ബ്ലഡ് പരിശോധിച്ചാൽ വേഗം മനസ്സിലാക്കാം ബ്ലഡിലുണ്ടാവുകയാണ്. അത്തിയുടെ ഇലകളിൽ ഒരു കുരു ഉണ്ടാവും. വസൂരി വരുന്ന പോലെ. അത് പാലിൽ അരച്ചു കൊടുത്താൽ ദേഹം മുഴുവനുണ്ടാകുന്ന മുഴ, വസൂരിക്കല, ഇതിനൊക്കെ നല്ലതാണ്. അതതിൻ്റെ ഷേപ്പിൽ നിന്ന് അവർ കണ്ടെത്തിയിട്ടുള്ളതാണ്. അത് നല്ല ഔഷധമാണ്. ചെറിയൊരു രോഗമാണ്, ആ ഗ്രോത്താണ്, എക്സ്ട്രാ ഗ്രോത്താണ്, അത് ഒരു അബ്നോർമൽ ഗ്രോത്താണ്. ഇതിന് മാത്രമല്ല, നരയൻ പൂ എന്ന് പറയുന്നത് ഉല്ലാനിയുടെ ഇലയ്ക്കുമുണ്ട് ഈ കായ. ആ കായ നല്ലതാണ് വ്രണത്തിനുമൊക്കെ. കൊമ്പിലുണ്ടാവും. അതിൻ്റെ ഇല ഇങ്ങനെ ചുരുണ്ട് കൂടിയിട്ട് ഇല വികൃതമായി വരുന്ന ഒരു കായ. അതിന് നല്ലതാണ്. ഏറ്റവും നല്ലത് ദേഹത്ത് വരുന്ന മുഴയുണ്ട്. പുറമെ ഇങ്ങനെ എലി കടിച്ചിട്ടാണെന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചെറിയ കുരുക്കളുണ്ട്. അത് പഴയ ഗ്രന്ഥങ്ങൾ പറയുക, അത്തിവേർ വെട്ടിവാറ്റും നീരതിസാര പ്രമേഹജിത്ത് തൃഷ്ണാദാഹാർദിദാനാഞ്ച തഥാസൃ ദരിണാം ഹിതം. ഇളയതായുള്ള അത്തിക്കായ സർവാതിസാര നാശനം ജ്വരഘ്നം ദീപനം പഥ്യം.
പ്രമേഹഗ്രഹണീഹരം അത്തിപ്പഴം തണുത്തുള്ളൂ വാതവിത്തഹരം പരം എന്ന് പറയും. അതുപോലെ തന്നെ സിംഹം, നരി, പുലി, പൂച്ച, പട്ടി ഇതൊക്കെ കടിച്ചാൽ കടിവായ കഴുകുന്നതിന് അത്തിത്തൊലി വെന്ത വെള്ളം അത്യുത്തമമാണ്. ശ്വാസകോശത്തിൽ നിന്ന് രക്തം ഛർദ്ദിക്കുന്നതിന് അത്തിപ്പഴം നല്ലതാണ്. അത്തിക്കായ 41 നല്ല എള്ളെണ്ണയിലിട്ട് വയ്ക്കുക, മുങ്ങിക്കിടക്കണം. 30 ദിവസം കഴിഞ്ഞ് ഒരു കായും 1 ടീസ്പൂൺ എള്ളെണ്ണയും ചേർത്ത് കഴിച്ചാൽ പ്രമേഹവും ക്യാൻസറും തീർത്തു മാറും. പ്രമേഹവും ക്യാൻസറും തീർത്തു മാറും. വേറെ ഒരു മരുന്നും കഴിക്കേണ്ടതില്ല. 41 ദിവസം, ഒരു മണ്ഡലം. അത്തിക്കായ എള്ളെണ്ണയിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് പച്ച അത്തിക്കായ 41 എണ്ണം 30 ദിവസം ഇട്ടാൽ മതി. ഒരു മണ്ഡലം വരെ ഇട്ടാലും നല്ലത്. എന്നിട്ട് 1 ടീസ്പൂൺ എള്ളെണ്ണ എടുക്കുക, ഒരു കായ എടുക്കുക, കഴിക്കുക. പ്രമേഹം പോവും. ഒന്ന് ചാലിച്ചം കഴിക്കുക, അല്ലെങ്കിൽ കായങ്ങ് തിന്നുക, എണ്ണ കുടിക്കുക. വെറുതെ ഇട്ട് വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണം. കഴുകിയിട്ടൊക്കെ ഇടുക, അല്ലെങ്കിൽ മണ്ണി വീഴാതെ എടുക്കുക. കഴുകുന്നതിനേക്കാൾ നല്ലത് മണ്ണി വീഴാതെ പൊടിച്ചെടുക്കുക. വല്ല പൂപ്പലോ അതേ വല്ല കൃമിയോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കുക. പച്ച വേറെ ഒരു മരുന്നും വേണ്ട. സദ്യഫലദായകമാണ്. പ്രമേഹ രോഗികൾക്കെല്ലാം നല്ലതാണ്. ക്യാൻസറിന് അത്യുത്തമമാണ്. ഏത് കഴിഞ്ഞാണെങ്കിലും ശരി, ശരിയാവണ്ണം ഇത് കഴിച്ചാൽ 1 മണ്ഡലക്കാലം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആരായിരുന്നാലും കഴിച്ചാൽ ഇൻസുലിൻ കുറച്ചു കൊണ്ടുവരാം, നിർത്താം. ഇൻസുലിൻ എടുക്കുമ്പോൾ ആദ്യം അല്പം കുറച്ചുകൊണ്ട് കഴിക്കുക. രാവിലെയാണ് നല്ലത്, ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടും. രോഗമില്ലാത്തവർ കഴിക്കണ്ട. ഷുഗർ താഴും, പിന്നെ അത് ഗതികേടാവും. ഔഷധം രോഗമുള്ളവർക്കുള്ളതാണ്. ക്യാൻസറിന് ഏതു തരം ക്യാൻസറും മാറും. ഇത് 100% ഫലപ്രദമാണ്. കൊടുത്ത 100% ഉറപ്പ് വരുത്തിയിട്ടുള്ള സാധനമാണ്. ഇപ്പം കൊടുക്കാറില്ല. ഇപ്പം എല്ലാം പണക്കാരാണ് വരുന്നത്. അവർക്കിതൊന്നും കൊടുത്ത് മുതലാവില്ല. കാരണം അവരെ കുത്തുവാള എടുപ്പിക്കാൻ പറ്റിയില്ല. ചികിത്സയിൽ എന്തുണ്ട്? പാവപ്പെട്ടവൻ വരുമ്പോൾ അവൻ്റെ പൈസ ചിലവാക്കിക്കരുത്. ഇത് പാവപ്പെട്ടവൻ വന്ന കാലത്ത് കൊടുത്ത് 100% മാറി ഉറപ്പ് വരുത്തി കഴിഞ്ഞാണ് പണക്കാർ വരാൻ തുടങ്ങിയിരിക്കുന്നത്. പണക്കാർ വന്നപ്പോൾ അതും ഇതുമൊക്കെ അരച്ചും പിടിച്ചുമൊക്കെ ഒന്നും കൊടുത്തില്ലെങ്കിൽ മനസ്സിലായില്ല. നല്ല ലേബലും ഒക്കെ ഒട്ടിച്ച് ഇവനെ സ്വീപ്പാക്കി വിട്ടില്ലെങ്കിൽ സംഗതി ശരിയായില്ല. കാരണം ഒടേതമ്പുരാൻ ഇഷ്ടപ്പെടുകയില്ല. കാരണം നിങ്ങൾ ഈ ചികിത്സയ്ക്ക് വരുമ്പോൾ നിങ്ങളെ കുത്തുവാള എടുപ്പിക്കുന്ന എത്രയാണോ അത്രയും ഒടേതമ്പുരാൻ ഇഷ്ടമാവും. അല്ലെ നമ്മളവിടെ ചെല്ലുമ്പോൾ അങ്ങേര് ചോദിക്കും, നീ ആ കാണിച്ചത് ശരിയാണോ എന്ന് ചോദിക്കും. വിശ്വാസവും വരില്ല. മനസ്സിലായോന്നറിയില്ല. എടുത്താൽ മതി. സംശയമാണെ ചോദിച്ചോളൂ. ആരോ എന്തൊക്കെയോ ചോദിക്കുന്നു. നാടനത്തിയാണ് നല്ലത്, ഇതല്ല. നാടനത്തിയാണ് അതിനൊക്കെ ഉത്തമം. 1 സ്പൂൺ എണ്ണയും 1 കായും. ഇതൊക്കെ പഴയ ആളുകളുടെ സാധാരണ വീടുകളിലൊക്കെ ചെയ്യുന്ന ഇതൊക്കെ പഴയ പ്രയോഗമാണ്. 1 മണ്ഡലം വ്രതശുദ്ധിയോടുകൂടി കഴിച്ചാൽ പിന്നെ അവനെ ആ രോഗം തീണ്ടുന്ന പ്രശ്നമില്ല.
നല്ല പഥ്യത്തിൽ 30 ദിവസം മുതൽ 41 ദിവസം വരെ. മത്സ്യം കഴിക്കരുത്, മാംസം കഴിക്കരുത്. പ്രമേഹ രോഗികളാണെങ്കിൽ പരിപ്പ്, ഉഴുന്ന്, തന്നെ മൈദ, തന്നെ ഏത്തക്കായ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, മധുര പദാർത്ഥങ്ങൾ, ഇത്രയേ ഉള്ളൂ. ശരീരത്തിലെ കോശസംവിധാന പ്രവർത്തനം മൂലം, കോശസംവിധാന പ്രവർത്തനം, ഫാഗോസൈറ്റോസിസ്, അതുകൊണ്ട് അനേകം ഫ്രീ റാഡിക്കലുകൾ ശരീരത്തിലുണ്ടാവും. അതിന് ഫാഗോസൈറ്റോസിസ് എന്ന് പറയും. ഫാഗോ, PHAGO, ഫാഗോ, FAGO അല്ല, ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കോശകേന്ദ്രമുണ്ട്. അനേകം ഫ്രീ റാഡിക്കലുകൾ ഈ കോശ സംവിധാന പ്രവർത്തനം മൂലം ശരീരത്തിലുണ്ടാവും. ഇത് അന്തർവിഷത്തെ, ഓട്ടോടോക്സിനെ ഉൽപ്പാദിപ്പിക്കും. 18 തരം ആഹാര വൈരുദ്ധ്യം, പരിഷ്കൃത ചുറ്റുപാടുകൾ. ചരകൻ 18 തരം വൈരുദ്ധ്യമാണ് പറയുന്നത്. കാലവൈരുദ്ധ്യം, കാലവിരുദ്ധം, ദേശവിരുദ്ധം, സമ്പദ് വിരുദ്ധം, അവസ്ഥാവിരുദ്ധം എന്നിങ്ങനെ 18 തരം വൈരുദ്ധ്യമുണ്ട്. പിന്നെ പറഞ്ഞുതരാം. അങ്ങനെയുള്ള 18 വിധ വൈരുദ്ധ്യവും പരിഷ്കൃത ചുറ്റുപാടുകളും ഇന്നത്തെ സാഹചര്യം, വൈദ്യജന്യ സംസ്കാരവും. തൊട്ടതിനൊക്കെ വൈദ്യനെ സമീപിക്കുന്നതുകൊണ്ട് വൈദ്യൻ പറയുന്നത് വേദവാക്യമായി ജീവിക്കുകയാൽ വരുന്ന വളരെ വൈകൃതങ്ങളും, രാസവളങ്ങളും കീടനാശിനികളും, ആധുനിക ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനുകളും എല്ലാം നമ്മുടെ ധാതുക്കളിലും കോശ സമൂഹത്തിലും ടിഷ്യൂവിലും ശരീരാന്തര ദ്രവങ്ങളിലുമുള്ള സാന്തൈൻ ഓക്സിഡേസ്, XANTHINE, സാന്തൈൻ ഓക്സിഡേസ്, C5H4N4O2 എന്നാണ് അതിൻ്റെ രാസസൂത്രം. C5H4N4O2 സാന്തൈൻ ഓക്സിഡേസ്, XANTHINE, സാന്തൈൻ. ആൽഡിഹൈഡ് ഓക്സിഡേസ്, CHO തുടങ്ങിയ എൻസൈമുകൾ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തും വിധം സൂപ്പർ ഓക്സൈഡുകൾ ഉണ്ടാക്കും. ഇത് മാനസിക പിരിമുറുക്കം, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഉഷ്ണമേഖലയിലെ മദ്യപാനം, പുകവലി, അധികം കൊഴുപ്പുള്ള ഭക്ഷണപാനീയങ്ങൾ എല്ലാം ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. അപ്പോൾ ശരീരത്തിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 പ്ലസ് സാന്തൈൻ ഓക്സിഡേസ്
അതായത് H2O2 പ്ലസ് C5H4 N4O2 H2O പ്ലസ് O, അത് നെയ്സൻ്റ് ഓക്സിജനും ഓങ്കോജീനുകളും ഉണ്ടാകും. ഇങ്ങനെയാണ് ക്യാൻസറിനെ കുറിച്ച് പറയാവുന്നത്. അതുകൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ നിരോക്സീകരണം കൊണ്ട് തടയാം. അതിനെളുപ്പമുള്ള വഴി ട്രാൻസിഷൻ ലോഹവിഘടനമാണ്. ലോഹവിഘടനം കൊണ്ടാണ് അത് എളുപ്പത്തിൽ സാധിക്കാവുന്നത്. അതിന് ട്രാൻസിഷൻ ലോഹങ്ങൾ ഓക്സീകരണത്തിന്റെ കരുത്തുറ്റ സംഭാവനയുണ്ടാകും. ട്രാൻസിഷൻ മെറ്റൽസ്. കെമിസ്ട്രി അല്ലേ? സിൽവർ അയണിനുണ്ട്, അയൺ ഓക്സൈഡിനുണ്ട്, അതിനൊക്കെ ഉണ്ട്. സിൽവറാണ് കൂടുതൽ നല്ലത്. അതുകൊണ്ടാണ് ലുക്കീമിയയിലും മറ്റും അർജന്റിയം, നൈട്രിക്കം, അതുപോലെ തന്നെ അർജന്റീനിയം, ആഴ്സനിക്കം, അർജന്റീനിയം, നൈട്രിക്കം പ്ലസ് ഓറം, ഓറം മുർനാട്രം, ഓറം മുറിയാറ്റിക്കം, നാട്രീമിയം, അതാണ് ഓറം മുർനാട്രം. സോൾട്ടാണ്. ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ ടപ്പെന്ന് രോഗി രക്ഷപ്പെടും. നിരോക്സീകരണം ഉണ്ടാകും. വെള്ളിപ്പാത്രത്തിൽ ഊണ് കഴിക്കാനൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഓറം മുർനാട്രം 6x മുകളിലേക്ക്, താഴേക്ക് എടുക്കരുത്. പിന്നെ നല്ല കമ്പനിയുടെ അല്ലെങ്കിൽ 30ക്ക് മുകളിലേക്ക്, അവഗാഡ്രോയ്ക്ക് അപ്പുറം, അല്ലെങ്കിൽ ചിലപ്പോൾ ടോക്സിക് ആവും. അവഗാഡ്രോയ്ക്ക് അപ്പുറത്ത് ഇറ്റ്സ് എ പ്ലാസിബോ. അത് നല്ലതാണ്. ഹൈ പൊട്ടൻസി കൊടുക്കുന്ന ക്രോണിക്കിൽ, അക്യൂട്ടിൽ ലോ പൊട്ടൻസി കൊടുക്കുന്നതാണ് ഫലപ്രദം. റൈറ്റ്. അപ്പം അതുകൊണ്ട് അതാണ് അതിൻ്റെ മെത്തഡോളജി. ഇതൊക്കെ 100% ഫലപ്രദമാണ്. ഒരു കേസ് ഫെയിലിയർ ആവില്ല. ഇത് പ്രാചീന പുസ്തകത്തിലേത് ഞാൻ ആധുനിക കെമിസ്ട്രിയുമായിട്ട് മർജ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ എനിക്ക് തലവേദന കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ലാത്ത ഭാഷയിൽ പ്രാചീന രസതന്ത്രം ഉപയോഗിക്കേണ്ട ആൽക്കമി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെ സിദ്ധ മുറയിലുള്ളതായ പ്രയോഗങ്ങളെ അതിൻ്റെ തലങ്ങളിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മൊഴിമാറ്റി പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് കെമിസ്ട്രി പറഞ്ഞാൽ മനസ്സിലാകുമെന്നുള്ള ഊഹത്തിൽ. ചിരിക്കുന്ന നീ വിരുദ്ധാഹാരം എല്ലാം എവിടെയാണ്? അത് നല്ല രസമാണ്, അത് കത്തിച്ച് പഠിച്ചാൽ. അതിലേറ്റവും ഫലപ്രദം ലോഹസിന്ദൂരമാണ്. ഈ രംഗങ്ങളിൽ ഇരുമ്പിൻ്റെ സിന്ദൂരം. കുപ്രമറ്റും മോശമല്ല. ചെമ്പ്, താമ്രസിന്ദൂരം. താമ്രസിന്ദൂരമൊക്കെ ഉപയോഗിക്കുമ്പോൾ വല്ല കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കരുത്. ആളങ്ങിയെന്നേ ചിലപ്പോൾ അറിയുള്ളൂ.
ശുദ്ധിയൊക്കെ അതുപോലെ ഉണ്ടായിരിക്കണം. താമ്രം ഉപയോഗിക്കാൻ തൈലേ തക്രേ ഗവാം മൂത്രേ പഴിപ്പിച്ച് 7 പ്രാവശ്യം മുക്കിയ ചെമ്പ് ഒരു നല്ല വണ്ണമുള്ള കാഞ്ഞരത്തിന് തുളച്ച് ആപ്പ് മേടി കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല വെള്ളഭസ്മം കിട്ടും. ആ സാധനം എവിടെയും ഉപയോഗിക്കാം. ചുമ്മാ കൊടുക്കുക, ഒരു പേടിയും വേണ്ട. അതൊക്കെ ഇവിടെ വളരെ ഗംഭീര ഫലം ചെയ്യുന്നതാണ്. തൈലം തക്രം ഗവാം മൂത്രം. തൈലം എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ. ഏത് ലോഹവും പഴിപ്പിച്ച് എള്ളെണ്ണയിൽ ഒന്ന് മുക്കുക, പഴിപ്പിക്കുക, മുക്കുക, അങ്ങനെ 7 പ്രാവശ്യം. അതുപോലെ തന്നെ തക്രത്തിൽ മോരിൽ മുക്കുക, അതുപോലെ തന്നെ ഗോമൂത്രത്തിൽ മുക്കുക. അത്രയും കഴിഞ്ഞാൽ അത് പൊടിയും. അത് ശുദ്ധമായി. അപ്പം അതിൻ്റെ കീടമെല്ലാം പോയി. ഇനി പൊടിച്ച് അതിനെ ചില മൂലികകളിൽ അരച്ച്, ചിത്രപ്പാല, കറ്റാർവാഴപ്പോള നീര്, അങ്ങനെ പല മൂലികകളുണ്ട്. ആ മൂലികകളിൽ അരച്ച് ഒരു ചട്ടിക്കകത്ത് വെച്ച് വേറൊരു ചട്ടി കൊണ്ട് അടച്ച് ശീലമൺ ചെയ്ത് വരളിയിൽ 1000 വരളിക്ക് 5000 വരളിക്ക് എന്നൊക്കെ കണക്കുണ്ട്. അതിന് കുക്കുടപുടം, ഗജപുടം എന്നൊക്കെ പറയും. പുടം ചെയ്ത് അത് 101 പുടമൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭസ്മമായിട്ട് കിട്ടും. ആ സാധനം കൊടുത്താൽ അറിയും. പണിയെടുക്കണം. ഇന്നത്തെ മടിയന്മാർക്കൊന്നും വൈദ്യശാസ്ത്രം പഠിച്ചിട്ട് ചെയ്യാനാവില്ല. ഇതിനൊക്കെ മെനക്കെടാനും അതിൻ്റെ തപസ് ചെയ്യാനും അതിൻ്റെ ആ മനസ്സ് കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അത് ഈ കാലഘട്ടത്തിലേക്കുള്ളതല്ല. അപൂർവമായി വല്ലയിടത്തും പേറ്റി പിഴച്ചു പോയി പഴയ കാലത്തിൻ്റെ സന്തതികൾ വല്ലയിടത്തും ജനിച്ചാൽ അവർക്ക് ചെയ്യാമെന്നല്ലാതെ ഇതൊക്കെ കേട്ടിരിക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അപ്പൂപ്പാക്ക് എന്ന് പറയാം. എന്നിട്ട് ഉപ്പൂപ്പക്ക് ആന ഉണ്ടായിരുന്നു, ഇപ്പം അത് കുഴിയാനയാണ് എന്ന് പറഞ്ഞ് സമാനിക്കാം. ലോഹാസവം, അയസ്കൃതി, അയസ്കാന്ത സിന്ദൂരം, മണ്ടൂരഭസ്മം എല്ലാം പ്രയോജനത്തെ ചെയ്യും. ഇത് പറയാൻ കാരണം അത്തിപ്പഴം നിത്യം കഴിക്കരുത്. അത് ഈ കാലവൈരുദ്ധ്യത്തിൽപ്പെട്ടതാണ്. അത്തിപ്പഴം കഴിക്കുമ്പോൾ ശരിയായ ശ്രദ്ധ വെച്ച് കഴിക്കണം. ആഹാര നിയമങ്ങളും കൂടി നോക്കുന്നതായാൽ ഒരു ക്യാൻസർ രോഗിയും ഒരു വ്യവസായ സ്ഥാപനത്തെയും, അത് ആധുനികമോ പൗരാണികമോ ആവട്ടെ, സമീപിക്കേണ്ടി വരില്ല. അതുകൊണ്ട് നിത്യവും കഴിക്കാവുന്ന ആഹാരങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. ശീലേ ചാലി ഗോധൂമ യവ ഷഷ്ടിക ജാങ്കലം. എഴുതുന്നുണ്ടോ? അപ്പോൾ പറയണം. സ്ലോവൊക്കെ എഴുതുന്നെങ്കിൽ പറയണം, അല്ലെ തെറ്റിച്ചെഴുതിക്കൊണ്ട് പോരും. ശീലയെ ചാലി ഗോധൂമ യവ ഷഷ്ടിക ജാങ്കലം. പറഞ്ഞുതരാം. സുനിഷണ്ണക, അടുത്ത ലൈനാ. സുനിഷണ്ണക ജീവന്തി ഫലമൂലക വാസ്തുകം. ഫലമൂലക വാസ്തുകം. പദ്യാമലക മൃദ്വീക. പദ്യാമലക മൃദ്വീക പടോലീമുദ്ഗ ശർക്കര. ശർക്കരാ കൃത ദിവ്യോദക.
ക്ഷൗദ്ര ഘൃതദിവ്യോദക ക്ഷീരക്ഷൗദ്ര ഘൃതദിവ്യോദക ക്ഷീര ക്ഷൗദ്ര ദാടിമ സൈന്ധവം ദാടിമാതളം ദാടിമ സൈന്ധവം ത്രിഫലാം മധുസർപ്പിഭ്യാം ത്രിഫലാം മധുസർപ്പിഭ്യാം നിശിനേത്രബലായ ച നിശിനേത്രബലായ ച സ്വസ്ഥാനുവൃത്തി കൃത്യച്ഛ രോഗോച്ഛേദകരചയത് ഛേദക രചയത് ശാലി ചെന്നല്ലരി തുടക്കം ശീലയെ ശീലിക്കണം, പതിവായി ശീലിക്കണം. എന്തൊക്കെ? ചെന്നല്ലരി, ഗോതമ്പ് ഗോധൂമം, നവരേരി, വാസ്തുചീര, മുള്ളങ്കി, പച്ചമുളക്, പടവലങ്ങ, ചെറുപയർ, ചെന്നല്ലരി, അതൊക്കെ പറയാനല്ലേ? ചെന്നല്ലരി, ഗോതമ്പ്, ഞവരേരി, ചീര, മുള്ളങ്കി, പച്ചമുളക്, പടവലങ്ങ, ചെറുപയർ, പഞ്ചസാര, നെയ്യ്, മഴവെള്ളം, പാല്, തേന്, മാതളപ്പഴം, ഇന്ദുപ്പ്, തേനും നെയ്യും അസമമായി ചേർത്ത ത്രിഫല, ഇവ പതിവായി കഴിക്കണം. ആരോഗ്യം കാക്ഷിക്കുന്നവർക്ക് ഇത് പതിവായി കഴിക്കാം, ഒരു ദിവസം മുടക്കണ്ട. പതിവായി കുടിക്കാൻ ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം, മറ്റു വെള്ളമൊന്നും പതിവായി കുടിക്കാൻ നല്ലതല്ല. ചുക്കിട്ട് വെന്ത വെള്ളം മാത്രം എത്ര കാലവും കുടിക്കാം. കരിങ്ങാലി അതൊന്നും പതിവായി കുടിക്കാൻ നല്ലതല്ല, പതിവായി കുടിക്കാൻ നല്ലതല്ല, ഇടയ്ക്കൊക്കെ കുടിക്കാം. നിത്യോപയോഗത്തിന് പറ്റിയതൊന്നേ ഉള്ളൂ ചുക്കിട്ട വെള്ളം, അതേ പഴയ കാലത്ത് കുടിക്കുകയുള്ളൂ. ഇപ്പോഴായി നിറമൊക്കെ വേണം നിർബന്ധമായത്. അതൊന്നും പതിവായി കുടിക്കാൻ കൊള്ളില്ല, ഗർഭിണിക്ക് കുടിക്കാൻ കൊള്ളില്ല. ആദ്യകാലത്ത് ആദ്യത്തെ 1-2 മാസത്തേക്ക് ഗർഭിണി ഓവറായിട്ട് ജീരകവെള്ളമൊക്കെ കുടിച്ചാൽ അറിയും ചിലപ്പോൾ. കറിവേപ്പിലയും ഇഞ്ചിയും ചതച്ചിട്ട മോര് നിത്യം ഉപയോഗിക്കാം. അത് ഡൈനിങ് ടേബിളിൽ എന്നും ഉണ്ടായിരുന്നാൽ തന്നെ പകുതി രോഗം പോകും. കഴിക്കരുതാത്തവ പതിവായിട്ട് വല്ലപ്പോഴുമൊക്കെ മാത്രം കഴിക്കാവുന്നത്.
ഒട്ടട, വറുത്തുപൊരിച്ചവ, അരിയരച്ചുണ്ടാക്കിയ പലഹാരങ്ങൾ, ഇഡലിയൊക്കെ എല്ലാം, അവല്, ഇവയൊക്കെ എന്നും കഴിക്കരുതെന്നല്ല, ആഹാരം കഴിച്ച ഉടനെ കഴിക്കാതിരിക്കുക. ഇത്രയും സാധനം ആഹാരം കഴിച്ച ഉടനെ കഴിക്കരുത്. എരിവ്, ചവർപ്പ്, പുളി, ഉപ്പ് എന്നിവ അധികമായി കഴിക്കരുത്. ഒരു രസം മാത്രമുള്ള ദ്രവ്യങ്ങൾ തനിച്ചായിട്ട് തന്നെ എല്ലായ്പ്പോഴുമായി കഴിക്കരുത്. മധുരം മാത്രമായിട്ട് കഴിക്കുക, എരിവ് മാത്രമായിട്ട് കഴിക്കുക, അങ്ങനെ കഴിക്കരുത്. ഏത് രസവും. ശീലമില്ലാത്തവ കഴിക്കരുത്, ആര് നിർബന്ധിച്ചാലും. തണുത്തതും രൂക്ഷമായതുമായ പദാർത്ഥങ്ങൾ കഴിക്കരുത്. ഇളയ മുള്ളങ്കി, മൂക്കാത്ത മുള്ളങ്കി, പോത്തിന്റെ മാംസം, അത്തിയുടെ കായ, ഇളയ മുള്ളങ്കി. നിർത്തിയല്ലേ ഞാൻ പറയുന്നേ? സ്പീഡുണ്ടോ? എഴുതുന്നില്ലേ? നിങ്ങൾ മുമ്പിലിരിക്കുന്നവർ എഴുതുന്ന കാണുന്നതുകൊണ്ടാണ്. ഇവരൊക്കെ എഴുതി തീർന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അടുത്തത് വായിക്കുന്നത്. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇളയ മുള്ളങ്കി, പന്നി മാംസം, അല്ല അതെ പന്നി മാംസം, പോത്തിൻ മാംസം, അത്തിക്കായ, അല്ലേ? അത്രയല്ലേ പറഞ്ഞേ? പന്നി മാംസം, കുറിയാട്ടിൻ മാംസം, കുറിയാട്, കോലാടാണ് നാട്ടിലൊക്കെ കാണുന്നത്. മലകളിൽ കുറിയാടെന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, കൊമ്പിനൊരു ചെറിയ ഇതുള്ളത്. ക്രോസ് ചെയ്താൽ ഇപ്പം വരുന്നതല്ല വണ്ണം വെക്കാൻ വേണ്ടി, പശുവിൻ്റെ ഒപ്പാകാൻ. അതിൻ്റെയൊക്കെ മാംസം കഴിക്കുമ്പോഴാകെ അപകടവും. കുറിയാട്ടിൻ്റെ മാംസം, പശുവിൻ്റെ മാംസം, മത്സ്യം, ഉഴുന്ന്, അമരക്കായ, ചേമ്പ്, കൊണ്ടാട്ടം, ഉണങ്ങിയ ഇലക്കറികൾ, പതിയൻ ശർക്കര, പതിയൻ ശർക്കര എന്ന് പറഞ്ഞാൽ ഉരുട്ടാത്ത ശർക്കര, പാവായിട്ടെടുക്കുന്ന ശർക്കര, വില കൂടുതലെടുത്തെടുക്കും. പായസമൊക്കെ വെക്കാൻ നല്ലതാ. അല്ല, ആണി വേറെ, അത് അച്ചുവല്ല. പതിയൻ ശർക്കര എന്ന് പറയാം. അടുപ്പയിൽ വെന്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഉപ്പും മറ്റേ കുമ്മായമൊക്കെ ഗന്ധകമൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ആ ഒഴുകിയ പരുവത്തിൽ ടിന്നുകളിലേക്ക് നിറയ്ക്കും. അതിനാണ് പതിയൻ ശർക്കര. ടിന്നിനകത്തുണ്ടാവും, അത് ഒഴുകും. ഒഴുകെല്ലാം നല്ല ഉറച്ചിരിക്കും. പക്ഷേ അത് കുഴപ്പമില്ല. ഇത് ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ, പതിയൻ ശർക്കര എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അത് മുളപ്പിച്ച വിത്തുകൾ,
ഇവയൊന്നും കഴിക്കരുത്. ആയുർവേദം നിർബന്ധമായി പറയുന്ന മുളപ്പിച്ച വിത്തിനങ്ങൾ കഴിക്കരുത്. കുതിർത്തൊക്കെ കഴിക്കാം, വിത്തായി മുളച്ച് കഴിക്കരുത്. ഇത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ എന്നും കഴിക്കരുതെന്നാണ്. മുളപ്പിച്ച വിത്തുകൾ കഴിക്കുകയരുത് കഴിയുമെങ്കിൽ. 3-4 കാരണങ്ങളുണ്ട്. ഒന്ന്, അതിലടങ്ങിയിരിക്കുന്ന ഒട്ടേറെ സൂക്ഷ്മോപജീവികൾ, അവയ്ക്കുള്ള അമിനോ അമ്ലങ്ങൾ. ഒരു ഗർഭിണി പ്രസവിക്കുമ്പോൾ ആ മുറിക്കുള്ളിലെല്ലാം ഒരുപാട് അണുക്രിമികളെത്തും. അതുപോലെയാണൊരു മുള പൊട്ടുമ്പം വരുന്നത്. അതറിയാൻ എളുപ്പവഴി നെല്ല് വെള്ളത്തിലിട്ടവർ ഇരിപ്പുണ്ട് എങ്കിൽ, പ്രായമായവർ നെല്ല് വിത്തിന് വേണ്ടി വെള്ളത്തിലിട്ട് വാരിപ്പൊത്തിയവർ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ സകല വിഷജീവികളും അതിനകത്ത് വരും, അടുക്ക വരും. കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒട്ടേറെ പ്രാണികളെത്തും. ശരിയല്ല? അതൊക്കെ കണ്ടുപിടിക്കണം. അല്ലാതെ ചുമ്മാ ഇരുന്ന് ലാബറട്ടറിക്കകത്ത് 3-4 എടുത്ത് വെച്ച് ടെസ്റ്റ് നടത്തി വെച്ച് തീരുമാനം എടുക്കുമ്പം പിള്ളേർ ചിലപ്പോൾ അങ്ങ് എത്തും ലാബറട്ടറിയിലെ ടെസ്റ്റും കഴിഞ്ഞ്. ഇത് പ്രകൃതിയോട് ബന്ധപ്പെട്ടിട്ട് പഠിക്കണം. അതിന് ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് ഫാനും ഇട്ട് കൊടുത്ത് കസേരയും വെച്ച് കൊടുത്ത് ഇംഗ്ലീഷിൽ പാശ്ചാത്യ നാട്ടിലെഴുതിയ 10 പുസ്തകം അത് ഈ നാടിൻ്റെ ഭാഷയിലേക്ക് മൊഴിമാറ്റാൻ പോലും അറിയാൻ മേലാതെ പഠിച്ചും ഇരുട്ടിൻ്റെ സന്തതികൾക്ക് കൂട്ടുപിടിച്ച് അറിവായി എന്ന് തെറ്റിദ്ധരിച്ചാൽ മതിയാവും. കഴിക്കരുത്. അതിലൊരുപാട് അമിനോ അമ്ലങ്ങൾ ഉണ്ടാവും. അതിൻ്റെ സാധാരണ ഈ ഹാർഡ് പ്രോട്ടീൻസ് മാറുമെന്നുള്ളതാണ് അതിന് ഗുണമായി ആധുനികർ പറയുന്നത്. പക്ഷെ അതിൽ ഒരുപാട് അമിനോ അമ്ലങ്ങൾ ഉണ്ടാവും മറ്റുള്ളവയ്ക്ക് വളരാൻ. അതുകൊണ്ട് നമുക്കിനി അത്തി ഏതാണ്ട് ഉപസംഹരിക്കാം. നിത്യവും കഴിക്കരുത്, വളരെ സ്ട്രിക്റ്റാണ്. അതതിൻ്റെ ജനറലായിട്ടുള്ള ഫിനോമിനയാണ് പറഞ്ഞത്. സാധാരണ അതിൽ ഉഷ്ണകാലം, അപ്പോഴതിൻ്റെ കായ ഉണ്ടാകുന്നത്. മാറേണ്ടതാണ്. തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് അന്നം കഴിക്കുന്നവൻ, പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളാണെങ്കിൽ അത്തിയെ ഉപാസിക്കുന്നത് കൊണ്ട് എല്ലാ രോഗങ്ങളും മാറുന്നതാകും. അത്തി കഴിഞ്ഞു. 4ാമത്തെ നക്ഷത്രം, 3 എടുത്തേ അല്ലേ? രോഹിണി. വൃക്ഷം ഞാവൽ. എന്താ രോഹിണിയാണോ? രോഹിണി പോലുള്ളൊരു കട്ട്. കൊണ്ട കേൾപ്പിച്ചാൽ മതി. ഹലോ, അവിടെ കൊണ്ടുപോയി കേൾപ്പിച്ചാൽ മതി, വിളിക്കാൻ പോകണ്ട. രോഹിണി എന്ന് കേട്ടപ്പോൾ ഒരു മോഹം അല്ലേ? അതിൻ്റെ വൃക്ഷം ഞാവൽ. ശാസ്ത്രനാമം സിസിജിയം ക്യുമിനിലിൻ
CUMINI, ക്യുമിനിലിൻ, LINN, സ്കീൽസ് എന്നും പറയും. യൂജീനിയ ജംബോലാന ലാം എന്നും പറയാറുണ്ട്. ഫാമിലി മെർട്ടേസിയെ, MYRTACEAE, മെർട്ടേസിയെ ഫാമിലി. ആർഷനാമം ജംബുഹു. കുലം ലവംഗകുലം. എന്തോടാ പണി? ബാലേട്ടൻ നീയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. ഇറക്കി വിട്ടോ തന്നെ? ബാലേട്ടൻ തന്നെ ഇറക്കി വിട്ടോ? ലവംഗകുലം ആണ് കുലം. ജംബുഹു അതിൻ്റെ ഇന്ത്യൻ ശാസ്ത്രനാമം. അതിൻ്റെ രസം കഷായം മധുരം, ഗുണം ലഘുരൂക്ഷം. വിത്തിൻ്റെയാണ് പറഞ്ഞത്. വിത്തിൻ്റെ രസവും ഗുണവുമാണ് പറഞ്ഞത്. പഴത്തിൻ്റെ രസം മധുരം, ഗുണം ഗുരു, വീര്യം ശീതം, വിഭാഗം മധുരം. മലയാളം ഞാവൽ, ഞാറ എന്നും പറയും. ഞാറ വേറെയുണ്ട്, ചെറുഞാറ എന്നാണ് അതിനപ്പോൾ പറയുക. ഞാറ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നവർ വളരെ ചുരുങ്ങും. ചെറിയ കടുത്ത പഴം, അതിന് ഞാറ എന്ന് പറയും, ചെറുഞാറ. ഹിന്ദി ജാമുൻ, ജംഭാൽ, ജാമാൻ, ഇതെല്ലാം ഹിന്ദി പേരുകളാണ്. ജാമൂൻ, ജംഭാൽ, ജാമാൻ. തമിഴ് നാവൽ, നാവൽ കൊട്ടൈ നാവൽ. തെലുഗു നെരേഡു, നേരേഡു. തെലുഗു. കന്നഡ നെരാലെ, ജംബുവ. ഇംഗ്ലീഷ് ജമൻ, ജംബോലൻ, ബ്ലാക്ക് പ്ലം. ഇന്ത്യയിലുടനീളം കാണപ്പെടുന്ന മരമാണ് ഞാവൽ. സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരം വരെ ഇവയെ കാണാം. നദീതീരങ്ങളിലും ഈർപ്പം നിറഞ്ഞ ഭാഗങ്ങളിലുമാണ് കൂടുതലായി വളരുന്നത്. ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കുള്ള മരമാണ്. അതുകൊണ്ട് പഴയ ആളുകൾ ഞാവൽ നിൽക്കുന്നിടത്തുനിന്ന് 9 അടി വടക്കുമാറി കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന് പറയും. കിണറിന് സ്ഥാനം കാണുമ്പോൾ ഡിവൈൻ അറിയാവുന്നവർ, പഴയ ആളുകളാണെങ്കിൽ അവർ വന്ന് പറമ്പിലൂടെ നടക്കുമ്പോൾ മരങ്ങൾ നോക്കും. അതിൻ്റെ വേനൽക്കാലത്ത് ഇല സമൃദ്ധമായി തഴച്ചു നിൽക്കുന്ന മരങ്ങൾ ഏത് ഏരിയയിലാണ് പറമ്പിലുള്ളത് എന്ന് ആദ്യം നോക്കും. തളിര് കരിയാത്ത മരമേതാണെന്ന് നോക്കും. തളിരിന് കരിയിൽ വീണിട്ടുണ്ട് എങ്കിൽ ആ ഭാഗത്തെ വെള്ളം ആ മാസത്തിൽ തീർന്നുവെന്നാണ് അർത്ഥം. ഇനിയുള്ള വെള്ളം പിടിച്ചത് നിർത്തി നിൽക്കുകയാണ്.
അടിയിലെ വെള്ളത്തിൻ്റെ സ്രോതസ്സ് വറ്റി നിൽക്കുകയാണ് എന്നർത്ഥം. 2, അതിനടുത്ത് ഞാവൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കും. ഞാവലുണ്ടെങ്കിൽ, മരമായി നിൽപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് 9 അടി വടക്കോട്ട് മാറി സ്ഥാനം കണ്ടാൽ അത് ആ 9 അടിയുടെ അറ്റം അതിൻ്റെ അതിരായി കിണർ കുഴിച്ചാൽ വലിയ താഴ്ചയില്ലാതെ വെള്ളം കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു 18 കോല് വരെയൊക്കെ ചെല്ലുമ്പോഴേക്ക് എന്തായാലും വെള്ളം കിട്ടും. ഇതാണ് പഴയ കണക്ക്. ചിലത് 10 കോലിനും 8 കോലിലും ഒക്കെ കിട്ടും. ആ ഞാവൽ നിൽക്കുന്നിടത്തുനിന്ന് 10 അടിക്കപ്പുറം വെള്ളത്തിൻ്റെ സോഴ്സ് ഉണ്ടാകും. എങ്കിലേ ഞാവൽ സുലഭമായി അവിടെ നിൽക്കൂ, വളരൂ എന്നാണ് അതിൻ്റെ പഴയ കണക്ക്. അതാണ് പറഞ്ഞത്. അതാണ് മെയിനായിട്ട് അവരെടുക്കുന്ന സിസ്റ്റം. സ്ഥാനം നോക്കുന്നവരെടുക്കുന്നൊരു സിസ്റ്റം അവിടെ. പിന്നെ ഇതുകൊണ്ട് മാത്രമൊന്നും ആയിരിക്കില്ല അവർ പറയുക. ഒരു കാരണം ഇത്, 2 പാലക്കമ്പ് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണെങ്കിൽ അത് കറങ്ങും. അവിടെ ധാരാളം വെള്ളം അതിൻ്റെ അവിടുന്ന് അപ്പുറത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഴിച്ചു നോക്കിയാലേ അറിയാം. ഇല്ലെന്നോ ഉണ്ടെന്നോ തർക്കിക്കാൻ ഞാൻ ആളല്ല. പഴയ രീതി ഇതാണ്. പലയുടെ കൊമ്പ് ഇങ്ങനെ പിടിക്കും, വയ്യ ആകൃതിയിലുള്ളൊരു കമ്പ്. അതിലെ വയ്യയുടെ 2 അറ്റം ഇങ്ങനെ പിടിച്ചാൽ മൂവ് ചെയ്യും. O നെഗറ്റീവാണ് നിങ്ങളുടെ ബ്ലഡെങ്കിൽ വെള്ളമുള്ളിടത്ത് വരുമ്പോൾ അത് കറങ്ങും. കൈ എങ്ങനെ പിടിച്ചിരുന്നാൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കയ്യിലൊരു കരിക്ക് ചെത്തിയിട്ട് ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോകാൻ ചെത്തുന്ന കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് തുള്ളും. റോട്ടുമുന്തയിൽ വെള്ളം പിടിച്ചാൽ അത് തുള്ളും. ഒരു സ്വർണ്ണമാലയോ ഒരു സ്വർണ്ണ മോതിരം കെട്ടി തൂക്കിയതോ പിടിച്ചുകൊണ്ട് നടന്നാൽ അത് വട്ടം കറങ്ങും. അവരിലാണ് കൂടുതൽ കറങ്ങി കാണുക. ഒരുമാതിരി കാണാൻ മാത്രം സ്പീഡിൽ കറങ്ങുന്നത് അവരുടെ കയ്യിലാണ്. അല്ലാത്തവരിലും ചെറുതായി കാണും. അവർക്കാകുമ്പോൾ അതിൻ്റെ ഒരു, അതായത് വെള്ളമുള്ളിടത്ത് വരുമ്പോൾ ഒരു അപസ്മാരം ഉണ്ടാവും. അടിയിൽ വെള്ളം ഒഴുകുന്നിടത്ത് വരുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഒരു വൈദ്യുത കാന്തിക ക്ഷേത്രം ഇവരുടെ ബ്ലഡിൽ ക്രിയേറ്റ് ചെയ്യും പ്രകൃതിയാൽ. അതായത് മനുഷ്യ സാധ്യതയുടെ എല്ലാ അംശങ്ങളും പേറിയിരുന്ന പ്രാചീന ഭാരതീയർ പ്രകൃതിയുമായി സമരസപ്പെടുമ്പോൾ താൻ വെച്ചു പിടിപ്പിച്ചൊരു മരം മുറിയുമ്പോൾ കരയുമായിരുന്നു. ഇന്നാർക്കും യാതൊരു ഉളുപ്പുമില്ലാതെ ഏത് മരവും ഒരു നിമിഷം കൊണ്ട് വെട്ടി ദൂരെ കളയും. ആ മരം വെട്ടി ശീലമുള്ളവന് തന്തയുടെ കാല് തല്ലി ഓടിക്കാനും വലിയ മടിയൊന്നും ഉണ്ടാവില്ല. അവൻ്റെ ഒരു വൈകാരികത അവനെതിരാണെന്ന് തോന്നിയാൽ അടിച്ചൊടിക്കും. പ്രകൃതിയോട് നല്ലപോലെ ബന്ധപ്പെട്ടവനിൽ നിന്നല്ലാതെ സ്നേഹം, കാരുണ്യം, നന്മ ഇവയൊന്നും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് കൂട്ടുകൂടുമ്പോൾ ആദ്യം ആലോചിക്കണം അവൻ പ്രകൃതിയുമായി എങ്ങനെ ബന്ധപ്പെടുന്നു. അങ്ങനെയുള്ളവരോടെ കൂട്ടുകൂടാവും. അങ്ങനെയുള്ളിടത്തു നിന്നേ അന്നം കഴിക്കാവും. അതൊക്കെയാണ് ആദ്യത്തെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ. സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ കൂട്ടുകൂടുന്ന കുട്ടികൾ നമ്മളുടെ ആ മാനസികാവസ്ഥയ്ക്ക് ഇണങ്ങുമെന്ന് കൂട്ടുകൂടുമ്പോഴേ പഠിക്കണം. അതിന് കൊള്ളുകയില്ലെങ്കിൽ കൂട്ടുകൂടരുത്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അയൽവക്കവുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ എന്തും കാണിച്ച് നടക്കുന്നവനുമായി കൂട്ടുകൂടരുത്. വീട്ടിൽ വന്നാൽ വേഗം അവരെന്തിനാണോ വന്നേ, പഴയ ആളുകളാണെ പറയും, ഇതാ അവൾ വരുന്നുണ്ട്, വേഗം എന്ന് പറഞ്ഞു വിട്ടേക്കണേ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തിട്ട്. ഒന്നും പറയാൻ നിൽക്കണ്ട, ചോദിക്കുന്നവൻ കൊടുത്തേക്കുക, പൊക്കോട്ടെ, നമുക്കാ പോകുന്ന സാധനം ശല്യമല്ല. അവളെ വീട്ടിലിരുത്തിക്കൊണ്ടിരിക്കരുത്. ഇതാണ് പഴയ ആൾക്കാരുടെ നയം. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളാണെ വിളിച്ചു കയറ്റിയിരുത്തി, നിങ്ങളും പോയി വായി നോക്കിയിരുന്നു.
അവസാനം കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ പിള്ളേർക്കോ നിങ്ങൾക്കോ ഒക്കെ രോഗമായി തീരും. മറ്റേത് വന്നു കഴിയുമ്പോഴേ ഇന്നത് വേണമായിരുന്നല്ലോ, അതിനെന്താ ഇവിടെ ഉണ്ടല്ലോ തരാമല്ലോ എന്നാ ഇന്നപ്പോൾ കൊണ്ടുവരാം, നീ കൊണ്ടുവരുമൊന്നും വേണ്ട, കാരണം കൊണ്ടുവരാനും നീ ഇങ്ങോട്ട് വരണമല്ലോ. മനസ്സിലായില്ലത്? അതുകൊണ്ട് നിന്നെ കാണുക എന്ന് പറയുന്നൊരു സുഖമൊന്നുമല്ല, നേരിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നീ കൊണ്ടുവരുമൊന്നും വേണ്ട, വേണമെങ്കിൽ ഞാൻ വിളിച്ച് പറയാം, ഞാനിവിടെ നിന്ന് വിളിക്കാം. അപ്പോൾ അവർക്കും മനസ്സിലാവും ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. മനസ്സിലാക്കിക്കാനാണ് അങ്ങനെ പറയുന്നത്, മനസ്സിലാകാതിരിക്കാനല്ല. അതിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്. തീരെ സഹിച്ചില്ലെങ്കിൽ മുറ്റത്തോട്ട് കയറുമ്പോഴായിരിക്കും അകത്തെന്ന് പറയുന്നത്, അവിടെ നിന്നുകൊണ്ട് വർത്തമാനമൊന്നും പറയണ്ട, ഇങ്ങോ ആ മനുഷ്യ അവൾ വരുന്നുണ്ട്, കുറേ കഴിഞ്ഞാൽ ആകെപ്പാടെ ഗതികേടാണ്, വേഗം പറഞ്ഞുവിടും, അത് അവളെ കേൾക്കെ തന്നെ പറയും. അതൊക്കെ കൂട്ടുകൂടുമ്പോൾ പഠിക്കണം. അല്ലാതെ എല്ലാവുമായി കൂട്ടുകൂടുന്നതല്ല ജീവിതം. നല്ലതിനോട് ബന്ധപ്പെടുകയും നല്ലതിനോട് ഇടപെടുകയും നല്ല സ്പർശമേൽക്കുകയും നല്ല ജീവിതം കരുപ്പിടിക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ നന്മ നല്ല പോലെ വേണം. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഈ അന്ധവിശ്വാസമൊക്കെ തലയിൽ കയറുമോ? ഈ സ്കൂളിലെ സിലബസിൽ ഇതുണ്ടോ? മനസ്സിലാവുമോ? ദൈവം കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷും ഒക്കെ പഠിച്ച് കാരണം ഇപ്പോൾ ഒരുമാതിരി പഴയ ആളുകൾ മുറിവീടി ചുണ്ട ഫിറ്റ് ചെയ്യുന്ന പോലാണ് 2 ഇംഗ്ലീഷൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നടക്കുന്നത്. എന്താ പാലട്ടാ ചിരിക്കുന്നത്? കാളിദാസൻ്റെ അല്ലേ, എൻ്റെ അല്ലല്ലോ. നല്ലത് കാളിദാസൻ്റെ ആണെന്നല്ലേ ഉള്ളത്. എന്തുവാ ഏതാണ്ടൊക്കെ പറയുന്ന രണ്ടുപേരൂടെ ഒന്നുമില്ല, കായംകുളമായിരിക്കും അല്ലേ? നല്ലതാ വർത്തമാനമൊക്കെ പറയുന്നതല്ല. വർത്തമാനം പറഞ്ഞൊക്കെ തീരുമ്പോഴേക്കും ഒരു പരിവാകും. അപ്പോ രാജ്യത്ത് ജലദൗർലഭ്യം ഉണ്ടാവാതിരിക്കാൻ പഴയ രാജാക്കന്മാർ ഭൂമിയിലെ ജലവും ഈ വൃക്ഷങ്ങൾക്കുള്ള പ്രാധാന്യത്തെ പഠിക്കുന്നതിന് അനേകം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാൽ എവിടെ ഞാവൽ ഉണ്ടോ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വടക്കുമാറി വെള്ളമുണ്ട് എന്നുള്ളതാണ് സങ്കല്പം. അതിന് വെച്ചു പിടിപ്പിച്ചിട്ടുള്ളതാണ് രാജാക്കന്മാർ വെള്ളം കിട്ടാൻ. അതൊരു കുടുംബത്തിനാവശ്യമായ വെള്ളമേ കിട്ടുള്ളൂ, കൂടുതലൊന്നും കിട്ടില്ല. പഴയ കാലങ്ങളിൽ നമ്മുടെ പാതയുടെ ഇരുപുറവും വെച്ചുപിടിപ്പിച്ചിരുന്ന തണൽ മരങ്ങളിൽ അധികവും, അതാ ഗുജറാത്തിലൊക്കെ നിങ്ങൾ കണ്ടു എന്ന് പറയുന്നത്, ഞാവലാണ്. വികസനത്തിൻ്റെ പേരിലും മാനവൻ്റെ ദുരദുഷ്ടത കാരണവും അനേകം പേർ ചേർന്ന് കൈകോർത്ത് പിടിച്ചാൽ വട്ടമെത്താത്ത ഞാവൽ മരങ്ങൾ ബ്രിട്ടീഷ് ഭരണം മുതൽ ഇങ്ങോട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. തിരിച്ചവയെ അതേ വലിപ്പത്തിൽ വെച്ചുപിടിപ്പിക്കാൻ ആ ബയോഡൈവേഴ്സിറ്റി രൂപപ്പെടുത്താൻ പറ്റില്ല എന്ന കാര്യം ഈ ദുഷ്ടന്മാർ ഒരെണ്ണവും മനസ്സിലാക്കിയിട്ടുമില്ല. നഗര വികസനങ്ങളുടെ പേരിൽ തകർത്തെറിഞ്ഞ ഞാവലുകൾ എത്രയെന്ന് കണക്ക് തന്നെ പറയാനാവില്ല. ഞാവൽ മരം ധാരാളമുണ്ടായിരുന്നത് കൊണ്ടും ഉഷ്ണമേഖലയിൽ നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിച്ച് നിലകൊണ്ട് എന്നതുകൊണ്ടും ഞാവൽ ധാരാളമുള്ള യൂറേഷ്യ ഭൂഖണ്ഡത്തെ പഴയ ഗ്രന്ഥങ്ങളിൽ ജംബൂദ്വീപ് എന്നാണ് രേഖപ്പെടുത്തി കാണുന്നത്. ജംബൂദ്വീപ് എന്നുള്ളത് ഞാവലിനോടുള്ള ബഹുമാനം കൊണ്ടിട്ട പേരാണ്.
50 മുതൽ 100 അടി വരെ ഉയരം വരുന്ന വൃക്ഷങ്ങളാണ് ഞാവൽ. ഇതിൻ്റെ പൂക്കളുടെ നിറം പച്ച കലർന്ന വെള്ളയാണ്. ഏകബീജമായി നീണ്ടുരുണ്ട കായകളാണ് ഉള്ളത്. ഔഷധത്തിന് ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ മരത്തിൻ്റെ തൊലി, ഇലകൾ, പഴങ്ങൾ, വിത്ത്. ഉപയോഗിക്കും. ഭാരതത്തിൽ 5 വിധത്തിലുള്ള ഞാവലുകളെ പറ്റി പരാമർശമുണ്ട്. ജംബു, മഹാജംബു, ക്ഷുദ്രജംബു, കാകജംബു, ഭൂമിജംബു. ജംബു, മഹാജംബു, ക്ഷുദ്രജംബു, കാകജംബു, ഭൂമിജംബു. ഭൂമിജംബു. അവയിൽ ഓരോന്നിൻ്റെയും ഗുണവ്യത്യാസങ്ങളും പര്യായങ്ങളും രസങ്ങളുമെല്ലാം നിഘണ്ടു രത്നാകരത്തിൽ വിശദമായുണ്ട്. നിഘണ്ടു രത്നാകരം വാങ്ങി റെഫർ ചെയ്താൽ അതിൻ്റെ പര്യായം എല്ലാം കിട്ടും. കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, എഴുതിത്തരാം. ഭാവപ്രകാശ നിഘണ്ടുവിലാകട്ടെ രാജജംബു, ക്ഷുദ്രജംബു, ജലജംബു, ജംബു, മഹാജംബു എന്നിങ്ങനെയാണ് വിവരിച്ച് കാണുന്നത്. സമയം എന്തായി? രാജനിഘണ്ടുകാരൻ പറയുന്നത് ഭൂമിജംബു, കാകജംബു, മഹാജംബു, ജംബു എന്നിങ്ങനെ 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അവയുടെ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ വകതിരിച്ചും പറഞ്ഞിട്ടുണ്ട് രാജനിഘണ്ടുവിൽ. അതെ, ഭൂമിജം, കാകജംബു, ജംബു, മഹാജംബു, ജംബു. ഇപ്പൊ 4 എണ്ണമായി. മദനപാലനാവട്ടെ, മദനപാല നിഘണ്ടു ജംബുവും കാകജംബുവും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അഭിധാനമഞ്ജരീകാരൻ, ഇത് മറ്റൊരു ഗ്രന്ഥമാണ്. ജംബുവും ഹ്രസ്വഫലയും കൊടുത്തിരിക്കുന്നു. ജംബുവും കാകജംബുവുമാണ് ധന്വന്തരി നിഘണ്ടുവിൽ കാണുന്നത്. ദ്രവ്യഗുണവിജ്ഞാനത്തിൽ രാജജംബു, ക്ഷുദ്രജംബു, ഭൂമിജംബു എന്ന 3 എണ്ണത്തിൻ്റെയും വിവരണം കാണാം. കാലപ്രവാഹത്തിൽ നമ്മുടെ സസ്യസമ്പത്ത് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലത് നഷ്ടപ്പെട്ടത് വൈദേശിക സസ്യങ്ങളുടെ ആഗമനം കൊണ്ട്. വിദേശ ജനുസുകളെ കൊണ്ടുവരുമ്പോൾ കാലാവസ്ഥ മാറിപ്പോവും. അതുകൊണ്ട് നമ്മുടെ സസ്യസമ്പത്ത് നഷ്ടപ്പെടുകയും ബയോഡൈവേഴ്സിറ്റി,
ജൈവ വൈവിധ്യം താറുമാറാവുകയും ചെയ്യും. ജൈവ വൈവിധ്യത്തിൽ ഏതെല്ലാം ചേർന്നാണ് കുടുംബങ്ങളും ഗോത്രങ്ങളും രാഷ്ട്രങ്ങളും കെട്ടിപ്പടുക്കുന്നത്, മനുഷ്യൻ്റെ മാതിരി തന്നെ അവയ്ക്കും അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. അതിനകത്തേക്ക് ബുദ്ധിമാനായ മനുഷ്യൻ ഒരു വൈദേശിക സസ്യത്തെ ഇടയ്ക്ക് കൊണ്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ജനുസ്സുകൾ അതിനെ അനുസരിക്കുക, പ്രകൃതിയ അവ തമ്മിലുള്ള ചേർച്ചയ്ക്ക്, പോളിനേഷന്, ഫെർട്ടിലൈസേഷന് ഉള്ള സാധ്യതകൾ മാറിമറിയുക, അവയിൽ കലർന്നു കയറുക, അതൊക്കെ മാരകങ്ങളായ രോഗങ്ങൾക്കും നാശങ്ങൾക്കും കാരണമായി തീരും. അതിനെയൊക്കെ വികാസമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മൂഢന്മാരാണ് ഇന്ന് ശാസ്ത്രകാരന്മാരും അവരെ പിൻപറ്റി പ്ലക്കാർഡുമൊക്കെ തൂക്കി നടക്കുന്ന വിദ്യാസമ്പന്നരെന്ന് നടിക്കുന്നവരും. വിദേശ രാജ്യങ്ങളിലാകട്ടെ ഇന്ന് ഒരു രാജ്യത്ത് നിന്നുകൊണ്ടില്ലെന്ന സസ്യവും അവിടെ വയ്ക്കാൻ സമ്മതിക്കില്ല. എല്ലാത്തിനും വന്നു കയറി വിളയാടാൻ അവസരം നൽകുന്ന ഒരു രാജ്യമായി നിങ്ങളുടേത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കയറി നിരങ്ങാവുന്ന, ഏതവൻ വന്നു അവൻ്റെ തിണ്ണമെടുക്ക് നമ്മുടെ തിണ്ണയിൽ കാണിക്കാവുന്ന ഒരു രാഷ്ട്രം. ചോദിക്കാനോ പറയാനോ ആളില്ലാത്ത ഒരു രാഷ്ട്രം. ഇത് മറ്റ് രാജ്യങ്ങൾ അരുത് എന്ന് വിലക്കി തുടങ്ങിയിരിക്കുന്നു. അവരുടെ വിനാശത്തിന് കൂടി ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റിയുടെ നാശം തുടങ്ങുന്നു. അവർ കണ്ടെത്തി പറയുമ്പോഴാണ് നമ്മുടെ ബുദ്ധിമാന്മാർ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അത്രയുമെങ്കിലും കോമൺ സെൻസ് നമ്മുടെ ആളുകൾക്കില്ല. എന്തുകൊണ്ടാണ് നശിപ്പിക്കരുതെന്ന് പറയുന്നത്? ലോകത്ത് ഏത് രാജ്യത്ത് എവിടെ ബയോഡൈവേഴ്സിറ്റി ഉണ്ടോ അതിൻ്റെ വിനാശം ലോകത്തിന് മൊത്തം നാശമാണ്. അത് നിൽക്കുന്ന സ്ഥലത്തിന് മാത്രമല്ല. അതുകൊണ്ട് ദേശസ്നേഹത്തിൻ്റെ പ്രശ്നമല്ല, മണ്ണിൻ്റെ സന്തതികളുടെ വാദവുമല്ല, സമസ്ത ലോകത്തിനും സുഖം വരുന്നതിനുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് വൈദേശിക സസ്യങ്ങളുടെ ആവിർഭാവം, ആഗമനം, കാലാവസ്ഥയിലും ദിനാന്തരീക്ഷസ്ഥിതിയിലും മാറ്റം വരുത്തുകയും മാറിയ അവസ്ഥയ്ക്കൊത്ത് ജീവിക്കുവാൻ പറ്റാതെ ആത്മഹത്യയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സസ്യങ്ങൾ ഇന്നൊട്ടു വളരെയാണ്. വംശനാശം വന്ന വൃക്ഷങ്ങളും വംശനാശം വരുന്നുവോ എന്ന് ചിന്തിക്കാതെ മനുഷ്യൻ വെട്ടിനശിപ്പിച്ച വൃക്ഷങ്ങളും എല്ലാം ഇതിൽപ്പെടും. ഇന്ന് ഞാവൽ, ചെറുഞാറ, രണ്ട് വിഭാഗങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുക. പൊതുവെ അപൂർവമായി മറ്റുള്ളവയുണ്ട്. ഗുണപാഠമനുസരിച്ച് ഞാവൽപ്പഴം വാതകരം, ഗുരുവിഷ്ടംഭി ശീതളം, കഷായ മധുരാമ്ളം തത്, രസന്തു കഫപിത്തജിത് എന്നാണ്. ഞാവൽപ്പഴം വാദത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് വാദരോഗികൾ കഴിക്കരുത്. ഞാവൽപ്പഴം വാതകരം, ഗുരുവാണ്. ശീതളമാണ്, വിഷ്ടംഭി ശീതളം. കഷായ മധുരാമ്ളം, ചവർപ്പ്, മധുരം, പുളി, ഈ മൂന്ന് രസങ്ങളുള്ളതാണ്. കഫത്തെയും പിത്തത്തെയും ജയിക്കുന്നതാണ്. കഫപിത്തനാശകമാണ്. വാദത്തിനെ വരുത്തിയിടും തടുത്തിയിടും മലത്തിനെ, സ്തംഭന ഗുണമുള്ളതാണ്. സോഡല നിഘണ്ടുകാരൻ
ജംബൂബലം പക്വം തത് രസേനാദിപൂരിതാത് പതന്തി കൃമയ കർണാത് ദുർവിനീതായിവാപതി എന്നാണ് സോഡല നിഘണ്ടുവിൽ പറയുന്നത്. കൃമിനാശക ഔഷധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൃമികൾ, കാണാവുന്നവയും കാണാത്തവയും, വൈറസുകൾ, അമീബകൾ, ബാക്ടീരിയകൾ. ഇന്ത്യയിൽ ഈ സാധനം ഉണ്ടായിരുന്നില്ല പണ്ട്, അപകടകരമായി. അതിന് കാരണം ഈ സാധനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് വീട്ടിലൊക്കെ ഇതൊക്കെ എടുത്ത് കഷായം വെച്ച് തളിക്കുകയും ഇതൊക്കെ ഇടയ്ക്കെടുത്ത് കുലുകുഴിയും ഇടയ്ക്ക് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എല്ലാ വൈറസുകളെയും അമീബകളെയും ഒക്കെ നേരിടാൻ കഴിഞ്ഞു. അതിലൊന്നാമത്തതാണ് ഞാവൽപ്പഴത്തിൻ്റെ ചാറ്. അതുപോലെ തന്നെ പഴുത്ത ഇലയുടെ നീര്. ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളെ നശിപ്പിക്കുന്നതിൽ ഇത് ഫലപ്രദമാണ്. കൈഡര്യാദി നിഘണ്ടുവിൽ പറയുന്നത് ജംബൂരുക്ഷാകഷായാംള കപവിത്താതിസാരജിത് ജാംബവം മധുരം സാമ്ളം കഷായം ഗുരുശീതളം സംഗ്രാഹി രോചനം രൂക്ഷം കണ്ഠ്യം ച കപവിത്തജിത്. ജംബുവിൻ്റെ ഫലം നേരത്തെ പറഞ്ഞ ഗുണങ്ങളോടൊപ്പം കൃമിനാശകവും ഒക്കെ ആയതിനോടൊപ്പം ശീതളം മുതലായ സ്വഭാവത്തോടു കൂടിയതായതിനോടൊപ്പം ഒരെണ്ണമേ അഡീഷണലായിട്ട് പറയുന്നുള്ളൂ. അത് അതിസാരത്തെ ജയിക്കുന്നതും കണ്ഠ്യവും, കഴുത്തിന് നല്ലതാണ്. സംഗ്രാഹിയുമാകുന്നു. അഭിധാനമഞ്ജരിയിൽ ജംബുസ്തു കാകജംബൂ കൃഷ്ണഫല സുരതീ സുരഭീപത്ര ച എന്നിങ്ങനെയാണ് വിവരണം. സമയം എന്തായി? 5 മിനിറ്റുണ്ട്. അത് മതി. അടുത്ത ക്ലാസ്സിലാവും. ഭാവപ്രകാശം അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇത് പ്രയോജനപ്രദമാണോ ഈ ക്ലാസ്? ഉണ്ടോ? എന്തെങ്കിലും പരീക്ഷിച്ച് നോക്കുക ഈ ഇത്രയും ദിവസത്തിനിടെ. അങ്ങനെയാണ് അതിൻ്റെ പൂവുണ്ടാവും. അത് തന്നെയാണ്. അത് 2 തരം കരിങ്കുറിഞ്ഞിയുണ്ട്. മധുരക്കുറിഞ്ഞിയുണ്ട്, നീലക്കുറിഞ്ഞിയുണ്ട്, കരിങ്കുറിഞ്ഞിയുണ്ട്. ഇവിടെ കാണുന്ന കരിങ്കുറിഞ്ഞി ഔഷധത്തിൽ വളരെ യോഗ്യതയുള്ളതാണ്. മധുരക്കുറിഞ്ഞി, വടകരക്കുറിഞ്ഞി. അതിൻ്റെ പൂവെടുത്ത് ഉണങ്ങി വെച്ചാലൊക്കെ നല്ലതാണ്. അത് എടുത്ത് വെച്ചാൽ നല്ലതാണ്. അത് തന്നെ, അത് തന്നെ. ഗ്രാമ്പൂ, ഏലക്കായ ഇതെല്ലാം ഗന്ധിയുള്ള. അപ്പം ഈ മല്ലിയും ഉലുവായ അതുമെല്ലാം ഒരുപാട് ഉപയോഗിക്കരുത്. ചെറിയ അളവിൽ മല്ലിയൊക്കെ ചെറിയ അളവിൽ. ഇന്ത്യയിൽ നമ്മുടെയുള്ള ഉപയോഗങ്ങളിൽ മുഴുവനും മല്ലിപ്പൊടിയൊക്കെ കുറച്ച് അതിരൂക്ഷം. മറ്റതൊക്കെയാണ് കൂടുതൽ രൂക്ഷം. അത്ര ഇല്ലെങ്കിലും ദോഷം തന്നെ. ഒരുപാട് എണ്ണം കഴിച്ചാൽ. അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്. ഹരി ഓം.